എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ക്ലാസ് ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ 2023 ഒരു LGS ലെവൽ അല്ലെങ്കിൽ ഒരു 10th ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ എടുക്കുന്നു. മാത്സിന്റെ മെന്റൽ എബിലിറ്റിയുടെ അത് ഏറ്റവും വൃത്തിയായി നമ്മൾ പഠിക്കുന്നു, റിവിഷൻ ചെയ്യുന്നു, നിർത്തുന്നു. ഞാൻ ആദ്യമേ പറയട്ടെ, എല്ലാ ചോദ്യവും 2023 ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്ത് കൃത്യമായി ആ ചോദ്യങ്ങൾ നോട്ട് ചെയ്യുക. കൃത്യമായി നിങ്ങൾ എന്നോടൊപ്പം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കുക. കിട്ടാത്ത ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക. സെറ്റ് ആവുക. നല്ല രീതിയിലൊരു റിവിഷൻ ക്ലാസ് ആയിരിക്കും. വരുന്ന പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഇത് പ്രയോജനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ എന്നും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയുകയാണ്. ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഡെഫിനറ്റ് ആയിട്ടും അത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ട്രിക്ടേണിൻ്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ ടെലിഗ്രാമിൽ ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇനി വരാൻ പോകുന്ന LD എക്സാമിന്, അതുപോലെ തന്നെ LP UP എക്സാമിന് ഫോക്കസ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ടോപ്പിക്കായിട്ട് തന്ന് അത് റിവിഷൻ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ ഓർഡറായിട്ട് പുതിയ പരീക്ഷാ രീതിയിലുള്ള ചോദ്യങ്ങളും ഒക്കെ നമ്മൾ നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മാക്സിമം ടെലിഗ്രാമിൽ പോയി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ ട്രിക്ടേൺ എന്ന് ടെലിഗ്രാമിൽ ക്യാപിറ്റൽ ലെറ്റർ സെർച്ച് ചെയ്യുക. TRIG സ്പേസ് ഇട്ട് TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക. ഇനി അതുമല്ലേ, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ട്രിക്ടേണിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ഇങ്ങനെയാണ്: 0.01 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.0001 കിട്ടും എന്നതാണ് ചോദ്യം. ചില ആളുകൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും 0.01 0.01 കൂടെ ഗുണിക്കുമ്പോഴാണ് 4 സ്ഥാനം മാറി ഈ സാധനം വരിക എന്ന് വായിക്കുമ്പോൾ തന്നെ ചിലർക്ക് പെട്ടെന്ന് കിട്ടും. ഇനിയും ഇത് 1 ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. നമുക്കിതിൻ്റെ പ്രോപ്പർ വഴി ഒന്ന് നോക്കാം. എങ്ങനെയാ ചെയ്യുന്നത്? 0.01 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു. ഞാൻ ആ സംഖ്യയെ X എന്ന് വിളിച്ചു. 0.01 ഒരു സംഖ്യ, അതായത് X കൊണ്ട് ഗുണിച്ചു. അപ്പം നമുക്ക് 0.0001 കിട്ടും. ഓക്കെ ആണ്. അങ്ങനെയാണ് ആ സംഖ്യയായ X കാണാൻ ഇവനെ അങ്ങോട്ട് വിട്ടാൽ മതി. 0.0001 ഈ ഒരു സാധനം അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻഡു ആയതുകൊണ്ട് ഡിവിഷൻ ആവും 0.01. ഇനി നമ്മൾ ദശാംശ സംഖ്യകളിൽ പഠിച്ചിട്ടുണ്ട്, പോയിന്റ് വരുന്ന ഒരു സംഖ്യ 2 സംഖ്യകൾ ഹരിക്കാനായിട്ട് നമുക്ക് പോയിന്റ് ഇല്ലാതെ അവരെ എഴുതാം. ഈ സംഖ്യയെ പോയിന്റ് ഇല്ലാതെ എഴുതിയാൽ 1 ബൈ ഈ സംഖ്യയെ പോയിന്റ് ഇല്ലാതെ എഴുതിയാൽ 1 പോയിന്റ് ഇല്ലാതെ എഴുതി. ഇനി നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 2 3 4 സ്ഥാനമുണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 2 സ്ഥാനമുണ്ട്. മോളത്തുകാർക്ക് 4 സ്ഥാനം, താഴത്തുകാർക്ക് 2 സ്ഥാനം. നമ്മൾ പഠിച്ചു, കണക്കിലായാലും ജീവിതത്തിലായാലും കുറവ് എവിടാണോ അവിടെ കൊടുക്കണം. മോളി 4 സ്ഥാനം, താഴെ 2 സ്ഥാനം. താഴത്തുകാർക്ക് 2 സ്ഥാനത്തിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് താഴെ ഒരു 100 കൊണ്ട് ഗുണിക്കണം. ഒരു സ്ഥാനത്തിൻ്റെ കുറവുണ്ടായിരുന്നേ 10 കൊണ്ട് ഗുണിക്കണം. 3 സ്ഥാനത്തിൻ്റെ കുറവുണ്ടായിരുന്നേ 1000 കൊണ്ട് ഗുണിക്കണം. ഇവിടെ താഴെ 2 സ്ഥാനത്തിൻ്റെ കുറവുണ്ട്. കുറവ് എവിടാണോ അവിടെ താഴെ 2 സ്ഥാനത്തിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് താഴെ 100 കൊണ്ട് ഗുണിച്ചു.
വെട്ടാനായിട്ടൊന്നുമില്ല. 1/100 എന്നുത്തരവായി. ഇനി നമുക്കെല്ലാവർക്കും അറിയാം, ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. 10 കൊണ്ട് ഹരിക്കാൻ 1 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. 1000 കൊണ്ട് ഹരിക്കാൻ 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. ഇവിടെ 100 കൊണ്ടായതുകൊണ്ട് 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ട് ഒന്നേ ഉള്ളൂ, 1 സ്ഥാനം കയ്യിൽ നിന്ന് കൊടുത്തു. 0.01 എന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ സി. ഒന്നുകൂടെ പെട്ടെന്ന് എൻ്റെ ഒപ്പം പിടിക്കേ. 0.01 ഏതോ ഒരു സംഖ്യ എക്സ് അങ്ങനെ ഗുണിച്ചപ്പോൾ 0.0001 കിട്ടി. അങ്ങനെയാണ് എക്സ് കാണാൻ 0.0001 ഈ ഡിവിഷനായി 0.01 കൊണ്ട് ഹരിക്കണം. നമുക്കിവരെ 1/1 എന്ന് പോയിന്റ് ഇല്ലാതെ എഴുതാം. മോളിൽ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം, താഴെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. മോളി 4, താഴെ 2. താഴത്തുകാർക്ക് 2 സ്ഥാനത്തിൻ്റെ കുറവുണ്ട്. കണക്കിലായാലും ജീവിതത്തിലായാലും കുറവുള്ളവന് കൊടുക്കണം. താഴത്തുകാർക്ക് 2 സ്ഥാനത്തിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് താഴെ ഒരു 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ സാധനം 1/100 എന്നാവും. ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ താഴെ പുറകിൽ നിന്ന് 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. 1നെ 100 കൊണ്ട് ഹരിക്കാൻ 1 സ്ഥാനമായപ്പോൾ തന്നെ 0.1, 2 സ്ഥാനം 0.01. ഓപ്ഷൻ സി. ഇനി ഇത്ര സിമ്പിളായ ചോദ്യം ആയതുകൊണ്ട് ചിലർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 0.01ഉം 0.01 ഗുണിക്കുമ്പോഴാണ് ഇത് വരുന്നത്. കാര്യം 4 സ്ഥാനം വേണം. 1 × 1 1, പിന്നെ 3. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ വേ. ഇതൊക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം ഇതാ. ഒരു വരിയിൽ അമ്പാടി മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 5ാമതുമാണെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെയുണ്ട്. വരിയിൽ ആകെ 14 പേരുണ്ട്. അമ്പാടിയുടെ മുന്നിൽ 9 പേരുണ്ട്. അമ്പാടിയുടെ പിന്നിൽ 4 പേരുണ്ട്. 4 ഓപ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ മക്കളെ, റാങ്കിങ്ങിൻ്റെ തീരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ആകെ എത്ര പേരുണ്ടെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 5ാമതും 10ഉം 15ഉം കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ ആകെ കിട്ടും. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ലൈൻ ഒന്ന് വരച്ചു നോക്കാം. വെറുതെ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. ഒരു വരിയിൽ അമ്പാടി മുന്നിൽ നിന്ന് 10ാമത്. അപ്പം മുന്നീന്ന് നോക്കുമ്പോൾ 9 പേര് കഴിഞ്ഞ് 10ാമത്തെ ആള് അമ്പാടി. ഓക്കെ, ഇനി പിന്നിൽ നിന്ന് 5ാമത്. പിന്നീന്ന് നോക്കുമ്പോൾ 4 പേര് കഴിഞ്ഞ് 5ാമത്തെ ആള് അമ്പാടി. ഇങ്ങനെയാ വരയ്ക്കുന്നത്. ഒന്നുകൂടെ വരയ്ക്കാം, നോക്കേ. മുന്നിൽ നിന്ന് 10ാമത്തെ ആൾ അമ്പാടി. മുന്നീന്ന് 9 പേര് കഴിഞ്ഞ് 10ാമത്തെ ആള് അമ്പാടി. പിന്നിൽ നിന്ന് 5ാമത്തെ ആൾ അമ്പാടി. പിന്നീന്ന് 4 പേര് കഴിഞ്ഞ് 5ാമത്തെ ആൾ അമ്പാടി. 5ഉം ഇവിടെ 5 പേരൊക്കെ എഴുതുകയാണെങ്കിൽ 6ാമതാവും. ഒന്നുകൂടെ, മുന്നീന്ന് 10ാമത് 9 പേര് കഴിഞ്ഞ് 10ാമത്തെ ആൾ അമ്പാടി. പിന്നീന്ന് 5ാമത് 4 പേര് കഴിഞ്ഞ് 5ാമത്തെ ആൾ അമ്പാടി. ഇനി സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. വരിയിലാകെ 14 പേരുണ്ട്. ഉണ്ടോ? ആദ്യം ഒരു 9 പേര്, അമ്പാടി 1 10, പിന്നെ ഒരു 4, പുറകിൽ 14. പലരും ഈ വരയ്ക്കുന്നത് ഈ അമ്പാടിയെ എണ്ണം മറന്നുപോകും. നിങ്ങൾ അങ്ങനെയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നുകൂടെ, ആദ്യം 9 പേര്, അമ്പാടി ഒരാൾ 10, പിന്നെ ഒരു 4 14. വരിയിൽ 14 പേരുണ്ട്. 100% ശരിയാണ്. ഇനി അമ്പാടിയുടെ മുമ്പിൽ 9 പേരുണ്ട്. സത്യവാ, ഇത് അമ്പാടി. അമ്പാടിയുടെ ഫ്രണ്ടിലായിട്ട് 9 പേരുണ്ട്. 100% ശരിയാണ്. അമ്പാടിയുടെ പിന്നിൽ 4 പേരുണ്ട്. ഇത് അമ്പാടി. അമ്പാടിയുടെ പുറകിലായിട്ട് ഈ ലൈനിൽ 4 പേരുണ്ട്. 100% ശരിയാണ്. അമ്പാടിയുടെ മുമ്പിൽ 9, പിന്നെ 4. അപ്പം നമുക്ക് പറയാം ഇത് 3ഉം, 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പം നമുക്ക് പറയാൻ കഴിയും
ഓപ്ഷൻ സി 1, 2, 3 ശരി പക്ക. ഓക്കെ ആണോ? അടുത്ത ചോദ്യം ഇതാ. 7ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? ഇതാണ് ചോദ്യം. അപ്പൊ മക്കളെ, ഇത് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. ഇതിന്റെ കുറച്ചുകൂടെ വലിയ ചോദ്യം വരും, അത് നമുക്ക് ചെയ്യാവേ. 7ന്റെ ആദ്യത്തെ ഗുണിതം 7, 7ന്റെ രണ്ടാമത്തെ ഗുണിതം 14, 7ന്റെ മൂന്നാമത്തെ ഗുണിതം 21, 7ന്റെ നാലാമത്തെ ഗുണിതം 28, 7ന്റെ അഞ്ചാമത്തെ ഗുണിതം 35. ഇതാണ് 7ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ. ഗുണിതം എന്ന് പറഞ്ഞാൽ 7ന്റെ പട്ടിക തന്നെയാ മക്കളെ. ഒന്നുകൂടെ, 7ന്റെ ആദ്യത്തെ ഗുണിതം 7, രണ്ടാമത്തെ ഗുണിതം 14, മൂന്നാമത്തെ ഗുണിതം 21, 28, 35. ഇവരുടെ ശരാശരി വേണം മക്കളെ. ശരാശരി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇതെല്ലോടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം, ഇതെല്ലോടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല മക്കളെ. ഒരേ ഗ്യാപ്പുള്ള സംഖ്യകളാണെങ്കിൽ, ഇപ്പൊ 7ന്റെ ഗുണിതങ്ങൾക്കെല്ലാം 7 അല്ലേ ഗ്യാപ്പ്? 7, 14, പിന്നൊരു 7, 21, പിന്നൊരു 7, 28. അതുപോലെ തന്നെ ഇരട്ട സംഖ്യ, അതുപോലെ തന്നെ ഒറ്റ സംഖ്യ. ഇരട്ട സംഖ്യയുടെ എല്ലാം ഗ്യാപ്പ് 2 അല്ലേ? 2, 4, 6. ഒറ്റ സംഖ്യയുടെ എല്ലാം ഗ്യാപ്പ് 1 പറയരുത്, 2, 1, 3, 5, 7. എണ്ണൽ സംഖ്യയുടെ എല്ലാം ഗ്യാപ്പ് 1, 1, 2, 3. ഒരേ ഗ്യാപ്പുള്ള സംഖ്യകളാണെങ്കിൽ, അതായത് ഒരേ വ്യത്യാസത്തിൽ പോകുന്ന സംഖ്യകളാണെങ്കിൽ, അവരുടെ ശരാശരി എന്ന് പറയുന്നത് നടുക്കത്തെ സംഖ്യയാണ്. 7ന്റെ ഗുണിതങ്ങളുടെ എല്ലാം വ്യത്യാസം 7ആണ്. അപ്പോൾ അവരുടെ ശരാശരി എന്ന് പറയുന്നത് 5 പേരുടെ നടുക്കത്തെ സംഖ്യയായ 21 ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. 5 പേരിൽ നടുക്ക് മൂന്നാമത്തെ ആള്. അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു സംശയം ഞാൻ പറയാം. എടാ, ഇവിടെ ഇപ്പൊ 5 പേരായതുകൊണ്ടല്ലേ നിനക്ക് ഈ നടുക്കെടുക്കാൻ പറ്റിയേ? ഒരു 10, 25 സംഖ്യകളൊക്കെ ഉണ്ട്, നിനക്ക് എങ്ങനെ നടുക്കെടുക്കാൻ പറ്റും? അങ്ങനെ സംശയം തോന്നുവാണേ, നടുക്കത്തെ ആള് ശരാശരി എടുക്കാനായിട്ട് ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. ആദ്യത്തെ സംഖ്യ 7, അവസാനത്തെ സംഖ്യ 35. ഇതെല്ലോടെ കൂട്ടിയിട്ട് പകുതി. 7ഉം 35 കൂട്ടിയാൽ 42. 42ന്റെ പകുതി എന്ന് പറഞ്ഞാലും നമുക്ക് ഈ നടുക്കത്തെ 21 തന്നെ വരും. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. സെറ്റ് അല്ലേ? ഒന്നുകൂടെ, 7ന്റെ 5 ഗുണിതങ്ങൾ 7, 14, 21, 28, 35. ഇവരുടെ ഗ്യാപ്പ് എല്ലാം 7 ആയതുകൊണ്ട് ഇവരുടെ ശരാശരി എന്ന് പറയുന്നത് നടുക്കത്തെ സംഖ്യയാണ്. 5 പേരുടെ നടുക്കത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ 21. ഇനി നടുക്കെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ശരാശരി കാണാൻ, നടുക്കത്തെ സംഖ്യ കാണാൻ, ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ കൂട്ടിയിട്ട് പകുതി. 42ന്റെ പകുതി 21. സിമ്പിൾ അല്ലേ? അങ്ങനെയാണ് ഇവിടുന്നുള്ള ചോദിച്ചിട്ടുള്ള ഒരു വലിയ ചോദ്യം ഞാനൊന്ന് പറയാം, നിങ്ങൾ എഴുതണേ. 8ന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 8ന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? അപ്പൊ നമ്മൾ ആദ്യം 8 ആദ്യത്തെ ഗുണിതം, 8ന്റെ രണ്ടാമത്തെ ഗുണിതം 16, 8ന്റെ മൂന്നാമത്തെ ഗുണിതം 24. അങ്ങനെ പോയി 8ന്റെ 20ാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാൽ 8 ഗുണം 20, 160. ഇതാണ് 8ന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങൾ. 8, 16, 24, അങ്ങനെ പോയി 160. മക്കളെ, ഇവരുടെ എല്ലാം ഗ്യാപ്പ് സെയിം ആയതുകൊണ്ട് 8, 16, 24 8 വീതം കൂടിയാ പോന്നെ. ഒരേ ഗ്യാപ്പ് ആയതുകൊണ്ട് ശരാശരി എന്ന് പറയുന്നത് നടുക്കത്തെ സംഖ്യയാണ്. ഇത്രേ ആളുകളുടെ നടുക്കത്തെ സംഖ്യ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആദ്യത്തെ സംഖ്യയായ 8ഉം അവസാനത്തെ സംഖ്യയായ 160 കൂട്ടിയിട്ട് പകുതി. 168. 168ന്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ ഉത്തരം 84 പോളി. ഒരു എണ്ണം കൂടെ നമുക്ക് പറയാം. 3ന്റെ ആദ്യത്തെ
15 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? അപ്പൊ നമ്മൾ 3ന്റെ ആദ്യത്തെ ഗുണിതം 3, 3ന്റെ രണ്ടാമത്തെ ഗുണിതം 6, 3ന്റെ മൂന്നാമത്തെ ഗുണിതം 9, 9, അങ്ങനെ പോയി 3ന്റെ 15ാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാൽ 3 × 15 45. ഇതാണ് 3ന്റെ ആദ്യത്തെ 15 ഗുണിതങ്ങളുടെ 3ന്റെ ആദ്യത്തെ 15 ഗുണിതം. മക്കളെ, ഇവരുടെ എല്ലാം ഗ്യാപ്പ് 3 വീതം കൂടിയാ പോന്നെ. ഇവരുടെ എല്ലാം ഗ്യാപ്പ് സെയിം ആയതുകൊണ്ട് ശരാശരി എന്ന് പറയുന്നത് നടുക്കത്തെ സംഖ്യയാണ്. ഇനി ഇത്രയും സംഖ്യകളുടെ നടുക്കെടുക്കാൻ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ട് നടുക്കത്തെ ശരാശരി കാണാൻ ആദ്യത്തെ സംഖ്യയായ 3ഉം അവസാനത്തെ സംഖ്യയായ 45 കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം. /2 പകുതി എടുക്കണം. 3ഉം 45ഉം 48. 48ന്റെ പകുതി 48നെ 2 കൊണ്ട് ഹരിച്ച് നമുക്ക് പറയാം 24. മക്കളെ, ഈ മോഡൽ ചോദ്യങ്ങൾ നിങ്ങളിനി ജീവിതത്തിൽ മറക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണേ? ഇനി ഈ ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ വേറൊരു ടെക്നിക്കും കൂടെ ഉണ്ട്. ശരാശരിയുടെ പാർട്ട് 1 നമ്മുടെ തന്നെ ക്ലാസ്സുകൾ കണ്ടവർക്ക് ആ ടെക്നിക്കും ഇപ്പം മനസ്സിൽ വരുന്നുണ്ടാവും. പിന്നെ എല്ലാം കൂടെ പറഞ്ഞ് ഞാൻ ഇപ്പോൾ കൺഫ്യൂഷൻ അടുപ്പിക്കാത്തതാണ്. അതറിയാമെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ കിട്ടും. 3ന്റെ 15 ഗുണിതം എന്ന് പറയുമ്പോൾ 3 എഴുതി, 15 ഗുണിതമായതുകൊണ്ട് 16 എഴുതി, /2 എന്നൊക്കെ എടുക്കുന്ന ഒരു പണിയുണ്ട്. അങ്ങനെ പഠിച്ചവർക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ ആണ്? ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അടുത്ത ചോദ്യം. സീന ഒരിടത്ത് നിന്ന് തെക്കോട്ട് 32 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം വടക്കോട്ട് 42 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 22 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചിടത്ത് നിന്നും എത്ര മീറ്റർ അകലത്തിലാണ് സീന ഇപ്പോൾ നിൽക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. മക്കളെ, ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഡയറക്ഷൻ നമ്മുടെ സിലബസിൽ ഇല്ല, പക്ഷെ ഇത്തരത്തിലുള്ള പരീക്ഷകളിലൊക്കെ ഡയറക്ഷൻ എന്ന് പറയുന്ന സാധനം കയറി വന്നിട്ടുണ്ട് പലതവണ. അപ്പൊ അത്യാവശ്യം ഡയറക്ഷന്റെ ഐഡിയാസ് നിങ്ങൾക്കൊന്ന് അറിയണം. ഏറ്റവും ആദ്യം 4 ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാലും 4 മേപ്പോട്ട് വരയ്ക്കുന്നത് വടക്ക്, താപ്പോട്ട് വരയ്ക്കുന്നത് തെക്ക്, വലത്തോട്ട് വരയ്ക്കുന്നത് കിഴക്ക്, ഇടത്തോട്ട് വരയ്ക്കുന്നത് പടിഞ്ഞാറ്. ഓക്കെ, ഒന്നുകൂടെ. മേപ്പോട്ട് വരയ്ക്കുന്നത് വടക്ക്, താപ്പോട്ട് വരയ്ക്കുന്നത് തെക്ക്, വലത്തോട്ട് വരയ്ക്കുന്നത് കിഴക്ക്, ഇടത്തോട്ട് വരയ്ക്കുന്നത് പടിഞ്ഞാറ്. ഇതൊക്കെ ആണെന്ന് കരുതുന്നു. ഇനി എങ്ങാണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, വടക്കൻ ജില്ലകൾ എന്നോർത്താ മതി. മോളിൽ വടക്കൻ ജില്ലകൾ മോളിൽ മേപ്പോട്ട്. ഇനി തെക്ക് താഴോട്ട് തെക്കൻ ജില്ലകൾ. ഇനി തെക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ തെക്കോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോവാന്നാണ് അർത്ഥം. അപ്പൊ തെക്കോട്ട് എടുക്കുമ്പോൾ കുഴിയിലോട്ട് വെക്കും. കുഴിയിലോട്ട് വെക്കാന്ന് പറഞ്ഞാൽ താഴോട്ട്. അങ്ങനെ കണക്ട് ചെയ്താലും തെക്കോട്ട് എടുക്കുക, കുഴിയിലോട്ട് വെക്കുക, താഴോട്ട് എന്നുള്ള രീതിയിൽ തെക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി കിഴക്കോട്ടെന്ന് പറയുമ്പോൾ വലത്. ഓക്കെ, ഇനി ഇങ്ങനെ ചിന്തിക്കാം, കിഴക്ക്, കഴിക്കുന്ന ഭാഗം കിഴക്ക് എന്നാലോചിച്ചാൽ കിഴക്ക് വലതാണെന്ന് മനസ്സിലാവും. നമ്മളെല്ലാവരും കഴിക്കുന്നത് വലത്തെ കൈ കൊണ്ടാണ്. അപ്പൊ കഴിക്കുന്ന ഭാഗം കിഴക്ക്, വലത്തോട്ട്. കഴിക്കുന്ന ഭാഗം വലത്തെ കൈ, കിഴക്ക് വലത്തോട്ട്. പിന്നെ കിഴക്കിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പടിഞ്ഞാറ്. ഓക്കെ, അപ്പൊ ഈ ഒരു 4 ഡയറക്ഷൻ നിങ്ങൾ മറക്കത്തില്ല എന്ന് കരുതുന്നു. വടക്കൻ ജില്ലകൾ മേളിലോട്ട്, തെക്കൻ ജില്ലകൾ കുഴിയിലോട്ട് താഴോട്ട്, വലത്തെ ഭാഗം കഴിക്കുന്നത് വലത് കൈകൊണ്ട് കിഴക്ക്, ഇടത്തോട്ട് പടിഞ്ഞാറ്. അപ്പം മേപ്പോട്ട് വരച്ചാൽ വടക്ക്, താഴോട്ട് വരച്ചാൽ തെക്ക്, കിഴക്ക് കഴിക്കുന്ന ഭാഗം വലത്തെ കൈവച്ച് വലത്തോട്ട് കിഴക്ക്, ഇടത്തോട്ട് പടിഞ്ഞാറ്. ഇതൊക്കെയാണെന്ന് കരുതുന്നു, സെറ്റാണെന്ന് കരുതുന്നു. അങ്ങനെയാണ് ഈ ചോദ്യം നമുക്കൊന്ന് വരച്ചു നോക്കാം. സീന ഒരിടത്ത് നിന്ന് തെക്കോട്ട് 32 മീറ്റർ സഞ്ചരിച്ച ശേഷം, മക്കളെ ഇതാണ് സീന സഞ്ചരിക്കുന്ന സ്ഥലം, യാത്ര തുടങ്ങുന്ന സ്ഥലം.
ഓക്കെ, ഈ സീന തെക്കോട്ട് 32 മീറ്റർ സഞ്ചരിച്ചു, തെക്കോട്ട് താഴോട്ട് 32. ഓക്കെ, 32 പോയെ. ഇനി വടക്കോട്ട് 42. വടക്കോട്ടെന്ന് പറയുമ്പോൾ മേപ്പോട്ട് വടക്കൻ ജില്ലകൾ 42. അപ്പോൾ സീനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. സീന ആദ്യം തെക്കോട്ട് വന്നു, എന്നിട്ട് 42 മേപ്പോട്ട് പോകണം. അപ്പം നേരെ മേളിലോട്ടൊരു 32 പോയി, പിന്നെ ഒരു 10 കൂടെ സീനയ്ക്ക് പോകണം, എന്നാലേ 42 എത്തുള്ളൂ. ഓക്കെ ആണ്. ഇനി ചിലരുണ്ട് വരയ്ക്കുമ്പോൾ 32-നേക്കാളും ചെറിയ 42 വരയ്ക്കും. അങ്ങനൊന്നും ചെയ്യരുത്. അപ്പോൾ താഴോട്ട് 32 വന്നു, ഇനി മേളിലോട്ട് 42 പോകണം. മേളിലോട്ട് 42 എന്ന് പറയുമ്പോൾ മേളിലോട്ടൊരു 32, അതിനുശേഷം ഒരു 10 കൂടെ, അങ്ങനെ 42. ഓക്കെ, ഇനി എന്താ പറയുന്നത്? പിന്നീട് കിഴക്ക് ദിശയിലേക്ക് 22, കഴിക്കുന്ന ഭാഗം വലത്തെ സൈഡിലോട്ട് 22, വലത്തെ സൈഡിലോട്ട് 22, 22, 22 അങ്ങോട്ട്. ഇനി എന്താ പറയുന്നേ? തെക്കോട്ട് താഴോട്ട് വീണ്ടും കുഴിയിലോട്ട് താഴോട്ട് 10 മീറ്റർ സഞ്ചരിക്കുന്നു, താഴോട്ട് 10. മക്കളെ, ഈ 2 ലൈൻ ഒരേ നിരയിൽ വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ മേളിലോട്ട് 10 പോയി, അപ്പൊ താഴോട്ടും 10 വന്നു. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒരേ നിരയിലാണ്. ഇനി നമ്മളോട് എന്തോ ചോദിച്ചേ? യാത്ര തിരിച്ചിടത്തു നിന്നും എത്ര മീറ്റർ അകലത്തിലാണ് സീന നിൽക്കുന്നത്? മക്കളെ, ഇതാണ് സീന യാത്ര തുടങ്ങിയ സ്ഥലം. ഇപ്പൊ നിൽക്കുന്നത് ഇത്, ഈ ദൂരമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. മക്കളെ, ഇത്രയും 22 ഇതും എന്ത് തന്നെയാണ്? 22. യാത്ര തുടങ്ങിയിടത്ത് നിന്നും സീന നിൽക്കുന്നത് ഓപ്ഷൻ ഡി 22 സെറ്റാണ്. സിമ്പിൾ പരിപാടിയല്ലേ? അപ്പൊ ഞാൻ ഒരു വട്ടം കൂടെ പടേന്ന് ഇതൊന്ന് വരച്ച് കാണിക്കും, എന്നിട്ട് ഇത് വരയ്ക്കാതെ ചെയ്യാനായിട്ടൊരു ഐറ്റം കൂടെ ഉണ്ട്, അതുകൂടെ പഠിപ്പിക്കാം. അപ്പോ സീന യാത്ര തുടങ്ങിയത് ഇത്, തെക്കോട്ട് 32, താഴോട്ട് 32, വടക്കോട്ട് 42, മേളിലോട്ട് ഇവിടെ വരെ ആയപ്പോൾ 32 ആയി, പിന്നെ ഒരു 10, എന്നാലേ 42 ആവും. ഇനി കിഴക്കോട്ട് വലത്തോട്ട് 22, 22, താപ്പോട്ട് തെക്കോട്ട് 10, ഇത് 10, ഇതും 10, ഒരേ നിര. നമ്മളോട് ചോദിച്ചേക്കുന്ന യാത്ര തുടങ്ങിയ ഈ സ്ഥലവും കൂടെ തമ്മിൽ എത്ര? ഇത് 22, ഇതും 22, നമുക്ക് പറയാം 22 സെറ്റ്. ഇനി സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു സംശയം കൂടെ ഞാൻ പറയാം. എടാ, തെക്കോട്ട് സീന പോയി, പിന്നെ വടക്കോട്ട് പോകാൻ പറയുമ്പോൾ ആ തെക്കോട്ട് പോയിടത്തുനിന്ന് വടക്കല്ലേ എന്നൊക്കെ ചിന്തിക്കും. എക്സാക്ട്ലി, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ ഒരു ഫിഗറിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ തെക്കും നമ്മുടെ വടക്കും വരയ്ക്കുന്ന രീതിയിൽ നമ്മുടെ കിഴക്കും നമ്മുടെ പടിഞ്ഞാറും എടുത്താൽ മതി. എപ്പോഴും ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട. അയാളുടെ എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകണ്ട. തെക്കോട്ട് താഴോട്ട്, വടക്കോട്ട് മേപ്പോട്ട്, കിഴക്കോട്ട് വലത്തോട്ട്, ഇടത്തോട്ട് പടിഞ്ഞാറ് മതി. ഓക്കെ, ഇനി ഇത് ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയ ടെക്നിക്കും കൂടെ പറയാം. ചില സമയത്ത് നമുക്കത് നല്ല അനുഗ്രഹമായിരിക്കും. ശ്രദ്ധിക്കണേ. സീന എവിടെയെന്നേലും തുടങ്ങിക്കോട്ടെ. തെക്കോട്ട് നോക്കിക്കോണം, തെക്കോട്ട് 32, തെക്കോട്ട് 32. ഇനി വടക്കോട്ട് 42. ഇനി കിഴക്കോട്ട് 22. ഓക്കെ, ഇനി തെക്കോട്ട് വീണ്ടും 10. ഇത്ര എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? എനിക്കറിയാം, ഒരു ബുദ്ധിമുട്ടുമില്ല. തെക്ക് 32, വടക്ക് 42, കിഴക്ക് 22, പിന്നെ ഒരു 10 തെക്ക് തന്നെ. അങ്ങനെ തെക്ക് മൊത്തം കൂടെ കൂട്ടി 32, തെക്ക് മൊത്തം കൂടെ കൂട്ടി 42, വടക്ക് മൊത്തം കൂടെ കൂട്ടി 42, കിഴക്ക് മൊത്തം കൂടെ കൂട്ടി 22. ഇത്രേ ഉള്ളൂ. അപ്പൊ തെക്ക് മൊത്തം 42 ഉണ്ട്, വടക്ക് 42 ഉണ്ട്, കിഴക്ക് 42 ഉണ്ട്. മക്കളെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ആളുകളെ ക്യാൻസൽ ചെയ്യണം. എന്ന് പറഞ്ഞാൽ വടക്കും തെക്കും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, കിഴക്കും പടിഞ്ഞാറും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓപ്പോസിറ്റ്, വടക്കിൻ്റെ ഓപ്പോസിറ്റ് തെക്ക്, കിഴക്കിൻ്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ്, അങ്ങനെ ക്യാൻസൽ ചെയ്യാം. തെക്ക് 42ഉം വടക്ക് 42ഉം തെക്കും വടക്കും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. ബാക്കി ഇനിയും റിമൈനിങ് ആയിട്ടുള്ളത് 22 ആണ്. നമ്മുടെ ഉത്തരം 22
ഓപ്ഷൻ ഡി 22. കണ്ട സിമ്പിൾ സാധനം. എന്തായാലും ക്യാൻസൽ ചെയ്തു. ഒന്നുകൂടെ, വടക്കും തെക്കും ഓപ്പോസിറ്റ് ആണ്, ക്യാൻസൽ ആവും. വടക്ക് 42 ക്യാൻസൽ, തെക്ക് 42 ക്യാൻസൽ. ബാക്കി ഇനി അവശേഷിക്കുന്നത് കിഴക്ക് 22 ഉള്ളൂ. നമ്മുടെ ഉത്തരം 22, 22, 22 സെറ്റ് ആണ്. മുമ്പോട്ട് പോകാം. ഓപ്ഷൻ ഡി. മക്കളെ, ഇതേപോലെ ഒരു ചോദ്യം കൂടെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറും. വരച്ചും കാണിക്കാം, അല്ലാതെയും കാണിക്കാം. ഒരാൾ വീട്ടിൽ നിന്നും 400 മീറ്റർ കിഴക്കോട്ടും 800 മീറ്റർ വടക്കോട്ടും 600 മീറ്റർ പടിഞ്ഞാറോട്ടും 800 മീറ്റർ തെക്കോട്ടും സഞ്ചരിച്ചാൽ വീട്ടിൽ നിന്ന് എത്ര മീറ്റർ അകലെയാണ്? അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ചോദിച്ച ചോദ്യമാണ്, 2023 തന്നെ ചോദിച്ചാണ്. ഒരാളുടെ വീട് ഇത്. ഓക്കെ, അയാൾ 400 മീറ്റർ കിഴക്കോട്ട് പോയി. കിഴക്ക് കഴിക്കുന്ന ഭാഗം വലത്തോട്ട് 400 മീറ്റർ പോയി. ഇനി 800 മീറ്റർ വടക്കോട്ട് പോയി. 800 മീറ്റർ മേളിലോട്ട് വടക്കോട്ട് 800 മീറ്റർ. വടക്കെന്ന് പറയുമ്പോൾ മേളിലോട്ട് 800 മീറ്റർ. ഓക്കെ, ഇനി എന്ത് പറയുന്നേ? 600 മീറ്റർ പടിഞ്ഞാറോട്ട് പോയി. പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഇടതേ സൈഡ് പടിഞ്ഞാറ്, ഇടത്തോട്ട് 600. 600 ഞാൻ ഇത്രയും വരച്ചതിൻ്റെ കാര്യം മനസ്സിലായോ മക്കളെ? ഇവിടുന്ന് ഇവിടെ ആവുമ്പോൾ തന്നെ 400 പിന്നെ ഒരു കുറച്ചും കൂടെ 200 കൂടെ വന്നാൽ 600 ആവുള്ളൂ. അപ്പൊ പടിഞ്ഞാറോട്ട് 600. ഇനി എന്ത് ചെയ്തു? 800 മീറ്റർ തെക്കോട്ട്. തെക്കോട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും താഴോട്ട് കുഴിയിലോട്ട് 800. ഇത് രണ്ടും ഒരേ നിരയിൽ വന്നതിൻ്റെ കാര്യം മനസ്സിലായോ? മേപ്പോട്ട് നമ്മൾ 800 പോയി, അപ്പൊ താഴോട്ടും നമ്മൾ 800 വന്നു. അപ്പൊ രണ്ടും ഒരേ ലൈന്. നമ്മളോട് ചോദിച്ചേക്കുന്നു, അയാൾ വീട്ടിൽ നിന്ന് എത്ര? അയാളുടെ വീട് ഇത്, അയാൾ ഇപ്പോൾ നിൽക്കുന്നത് ഇത്, ഈ ദൂരം എത്ര എന്നാ ചോദിച്ചത്. നമുക്കറിയാം ഇവിടെ മുതൽ ഇവിടെ വരെ 600. നമുക്ക് ഇവിടെ അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? 600. ഇവിടെ വരെ മക്കളെ 400. ഇത് 400 ആണ്, ഇത് 400. അപ്പൊ ബാക്കി സ്വാഭാവികമായും 200. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 200 മീറ്റർ പോളി. ഒരു വട്ടം കൂടെ പെട്ടെന്ന് പിടിച്ചേ, പെട്ടെന്ന് പിടിച്ചേ. വീട്ടിൽ നിന്ന് 400 മീറ്റർ കിഴക്കോട്ട്, ഇത് അയാളുടെ വീട്, കിഴക്കോട്ട് 400. 800 മീറ്റർ വടക്കോട്ട് മേളിലോട്ട് 800 മീറ്റർ. 600 മീറ്റർ പടിഞ്ഞാറോട്ട്, ഇടത്തോട്ട് 600. ഇവിടെ വരെ ആയപ്പോ തന്നെ 400 പിന്നെ ഒരു 200, 600. ഇനി തെക്കോട്ട് താഴോട്ട് 800. ഇത് 800 ആണ്, ഇതും 800, ഒരേ ലൈനി. നമ്മളോട് ഈ ദൂരമാണ് ചോദിച്ചേക്കുന്ന വീട് മുതൽ. നമുക്കറിയാം ഇവിടെ മുതൽ ഇവിടെ വരെ 600. അപ്പൊ ഇതും 600 ആണ്. ഇവിടെ വരെ 400 ആണ്. 600 ആവാൻ ബാക്കി 200. നമുക്ക് പറയാം ഓപ്ഷൻ സി 200. ഇനി ഇതും മറ്റേതുപോലെ വളരെ പെട്ടെന്ന് ഒന്ന് ചെയ്ത് കാണിക്കട്ടെ. ഒന്നുകൂടെ ശ്രദ്ധിക്കേ. ഒരാൾ വീട്ടിൽ നിന്ന് കിഴക്കോട്ട് 400. മക്കളെ, കിഴക്കെന്ന് എഴുതി 400. ഇനി 800 മീറ്റർ വടക്കോട്ട്, വടക്കെന്ന് എഴുതി 800. പിന്നെ 600 മീറ്റർ പടിഞ്ഞാറെന്ന് എഴുതി 600. പിന്നെ 800 മീറ്റർ തെക്കെന്ന് എഴുതി 800. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ കിഴക്കോട്ട് 400, വടക്കോട്ട് 800, പടിഞ്ഞാറ് 600, തെക്ക് 800. ഇത്ര എഴുതാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഒന്നും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇപ്പൊ കിഴക്ക് മൊത്തം ആകെ 400 ഉള്ളൂ, വടക്ക് മൊത്തം 800 ഉള്ളൂ, പടിഞ്ഞാറ് മൊത്തം 600 ഉള്ളൂ, തെക്ക് മൊത്തം 800 ഉള്ളൂ. ഇനി നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ആളുകളെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ആരെയൊക്കെ ക്യാൻസൽ ചെയ്യാം? വടക്കും തെക്കും കൂടെ ക്യാൻസൽ ചെയ്യാം, പടിഞ്ഞാറും കിഴക്കും കൂടെ ക്യാൻസൽ ചെയ്യാം. എതിരുള്ളവർ കിഴക്ക് പടിഞ്ഞാറ് ക്യാൻസൽ, വടക്ക് തെക്ക് ക്യാൻസൽ. എടാ മോനെ, വടക്കൊരു 800 ഉണ്ട്, തെക്കൊരു 800 ഉണ്ട്, ക്യാൻസൽ. കഴിഞ്ഞ അവന്റെ പരിപാടി. വടക്കും തെക്കും ഓപ്പോസിറ്റാ. വടക്ക് 800 ക്യാൻസൽ, തെക്ക് 800 ക്യാൻസൽ. ഇനി ആരൊക്കെ ഉണ്ട്? കിഴക്ക് 400, പടിഞ്ഞാറ് 600. അതെങ്ങനെ കിഴക്കും പടിഞ്ഞാറും ക്യാൻസൽ ചെയ്യാം? അപ്പം 400, 600 ഉണ്ട്. അപ്പം 400 എന്തായാലും ക്യാൻസൽ ആവും. അപ്പൊ കിഴക്കൊരു 400, പടിഞ്ഞാറ് ഒരു 400 ക്യാൻസൽ. ബാക്കി ഒരു 200 ഉണ്ട്.
ഓക്കെ ആണോ? നമ്മുടെ ഉത്തരം 200. ഓപ്ഷൻ സി സെറ്റ്. കണ്ടോ? ഒന്നുകൂടെ. വടക്കും തെക്കും ക്യാൻസൽ. വടക്ക് 800 തെക്ക് 800 ക്യാൻസൽ. ഇനി കിഴക്കും പടിഞ്ഞാറും ഉണ്ട്. കിഴക്കൊരു 400-ഉം കിഴക്കൊരു 400-ഉം പടിഞ്ഞാറൊരു 600-ഉം ഉണ്ട്. കിഴക്കും പടിഞ്ഞാറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടുന്നും ഒരു 400, ഇവിടുന്നും ഒരു 400, ബാക്കി ഒരു 200. നമ്മുടെ ഉത്തരം 200. കണ്ടോ? ഒന്നുകൂടെ. കിഴക്കും പടിഞ്ഞാറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. കിഴക്കൊരു 400, പടിഞ്ഞാറൊരു 600 ക്യാൻസൽ ചെയ്യാം. 600-ഉം ക്യാൻസൽ പോകത്തില്ല, കാര്യം ഇവിടെ 400 ഉള്ളൂ. അപ്പൊ 400 അവിടുന്ന് ഇവിടുന്ന് കളയാം. കാര്യം ഒരിടത്ത് 600, ഒരിടത്ത് 400. അപ്പൊ മാക്സിമം 400 വരെ കളയാം. ഇവിടുന്നും ഒരു 400 കട്ട്, അവിടുന്നും ഒരു 400 കട്ട്, ബാക്കി ഇവിടെ ഒരു 200. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 200. കണ്ടോ? അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യാവുന്ന ഡയറക്ഷൻസിന്റെ ടെക്നിക്കും ഉണ്ട്. ഇനി വലതും ഇടതും ഒക്കെ വന്നാലും ഇതേപോലെ വരയ്ക്കാതെ ചെയ്യാവുന്ന കുറേ പണികളുണ്ട്. ഡയറക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. ഈ രണ്ടും 2023 വന്ന ചോദ്യങ്ങളാണ്. ഇത് സെറ്റാണ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒരു വരിയിൽ 50 സെന്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടു. ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ മക്കളെ, ഇങ്ങനെ ചെടികൾ നടുക. ആദ്യം ഒരു ചെടി, പിന്നെ ഒരു 50 ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും ഒരു ചെടി, പിന്നെ ഒരു 50 ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും ഒരു ചെടി, അങ്ങനെ. അപ്പൊ ആദ്യം ഒരു ചെടി നട്ടു, ഒരു 50 സെന്റിമീറ്റർ കഴിയുമ്പോൾ വീണ്ടും ഒരു ചെടി നട്ടു, വീണ്ടും ഒരു 50 സെന്റിമീറ്റർ കഴിയുമ്പോൾ വീണ്ടും ഒരു ചെടി നട്ടു, അങ്ങനെ ചെടി നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിൽ 10 ഗ്യാപ്പുകളുണ്ട്. മറ്റേ ക്ലോക്കിന്റെ മണിയടിക്കുന്ന പ്രോബ്ലം പോലെ 10 ഗ്യാപ്പുകളുണ്ട്. അപ്പോ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 50 സെന്റിമീറ്ററാണ്. ഒന്നുകൂടെ, ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിൽ, ആദ്യത്തെ ചെടിയിടയ്ക്ക് ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് 1ഉം 11ഉം തമ്മിൽ 10 ഗ്യാപ്പ്, 10 അകലങ്ങളുണ്ട്. ഒരകലം എന്ന് പറയുന്നത് 50 സെന്റിമീറ്ററാ. അപ്പൊ 10 അകലം എന്ന് പറയുന്നത് 10 × 50, ഓപ്ഷൻ ബി 500 സെന്റിമീറ്റർ എന്ന് നിസ്സംശയം കണ്ണും പൂട്ടി നമുക്ക് പറയാം. എങ്ങനുണ്ട്? സിമ്പിൾ സാധനമല്ലേ? അപ്പൊ ഒന്നുകൂടെ, ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം. മക്കളെ, ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിൽ 10 ഗ്യാപ്പുകളുണ്ട്. ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 50 സെന്റിമീറ്റർ, അതായത് 10 അകലങ്ങളുണ്ട്. ഒരകലം എന്ന് പറയുന്നത് 50 സെന്റിമീറ്ററാ. അപ്പൊ 10 അകലം പൈറ്റി 50, നമുക്ക് പറയാം 500 സെന്റിമീറ്റർ. ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഒന്നാമത്തെ ചെടി ഇത്, 50 ഗ്യാപ്പ് ഇട്ട് രണ്ടാമത്തെ ചെടി, 50 ഗ്യാപ്പ് ഇട്ട് മൂന്നാമത്തെ ചെടി, 50 ഗ്യാപ്പ് ഇട്ട് 4ാമത്തെ ചെടി. നോക്ക്. അപ്പോൾ ഒന്നാമത്തെ ചെടിയും 11 ചെടിയൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. തൽക്കാലം അതൊന്നും വേണ്ട. ഒന്നാമത്തെ ചെടിയും 4ാമത്തെ ചെടിയും തമ്മിൽ 1, 2, 3 ഗ്യാപ്പുണ്ട്. ഇനി ഒരെണ്ണം കൂടെ വരുവാണ്. ഒന്നാമത്തെ ചെടിയും 5ാമത്തെ ചെടിയും തമ്മിൽ 4 ഗ്യാപ്പുണ്ട്. കണ്ടോ? അപ്പോൾ ഒന്നാമത്തെ ചെടിയും 6ാമത്തെ ചെടിയും തമ്മിൽ 5 ഗ്യാപ്പുണ്ട്. ഒന്നാമത്തെ ചെടിയും 10ാമത്തെ ചെടിയും തമ്മിൽ 9 ഗ്യാപ്പുണ്ട്. അപ്പൊ കണക്ട് ആയോ? ഒന്നാമത്തെ ചെടിയും 7ാമത്തെ ചെടിയും തമ്മിൽ 6 ഗ്യാപ്പുണ്ട്. ഒന്നാമത്തെ ചെടിയും 59ാമത്തെ ചെടിയും തമ്മിൽ 58 ഗ്യാപ്പുണ്ട്. ഒന്നും അതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇപ്പൊ ടെക്നിക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിൽ 1ഉം 11ഉം, കാര്യം ഒന്നാമത്തെ ചെടി നമ്മൾ എണ്ണത്തില്ല, അവർക്ക് ഗ്യാപ്പില്ല. ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിൽ 10 അകലങ്ങൾ, 10 ഗ്യാപ്പുണ്ട്. ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 50, 10 ഗ്യാപ്പ് പൈറ്റി 50, നമുക്ക് പറയാം 500 സെന്റിമീറ്റർ. ഇതേപോലെ ഒരു ചോദ്യം കൂടെ പറയാം. ഒരു ഓഡിറ്റോറിയത്തിൽ, ജസ്റ്റ് കേട്ടിട്ട് ആൻസർ പറയാം കേട്ടോ. ഒരു ഓഡിറ്റോറിയത്തിൽ കസേരകൾ ഒരേ അകലത്തിൽ അടുക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, കസേരകൾ, ചെടിക്ക് പകരം കസേരയാണ്. ഓരോ കസേരകൾക്കിടയിൽ
60 സെന്റിമീറ്ററിന്റെ ഗ്യാപ്പ് ഉണ്ട്. ഓരോ കസേരകൾക്കിടയിൽ 60 സെന്റി, അതായത് ഒരു കസേര അടുക്കി 60 സെന്റിമീറ്റർ കഴിഞ്ഞ് വേറൊരു കസേര, ഒരു 60 സെന്റിമീറ്റർ കഴിഞ്ഞ് വേറൊരു കസേര, ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഒന്നാമത്തെ കസേരയും 21ാമത്തെ കസേരയും തമ്മിലുള്ള അകലം എത്ര? നിങ്ങൾ മനസ്സിൽ ഓർക്കണം. ഒന്നാമത്തെ കസേരയും 21ാമത്തെ കസേരയും തമ്മിൽ 20ന്റെ ഗ്യാപ്പുകളുണ്ട്. 20 ഗ്യാപ്പ് ഉണ്ട്. ഒന്നാമത്തെ കസേരയ്ക്ക് ഗ്യാപ്പില്ല. 1ഉം 21ഉം തമ്മിൽ 20 അകലങ്ങളുണ്ട്. ഒരകലം എന്ന് പറയുന്നത് 60. അപ്പൊ ഈ 60 അകലം എന്ന് പറയുമ്പോ 20 അകലം എന്ന് പറയുമ്പോ 20 ഗുണം 60 നമുക്ക് പറയാം 1200 സെന്റിമീറ്റർ. സെറ്റ് അല്ലേ? ഒന്നുകൂടെ, ഒരു ഗ്യാപ്പ്, അതായത് രണ്ട് കസേരകൾ തമ്മിൽ 60 സെന്റിമീറ്ററിന്റെ ഗ്യാപ്പ് ഉണ്ട്. ഒന്നാമത്തെ കസേരയും 21ാമത്തെ കസേരയും, 1ഉം 21ഉം തമ്മിൽ 20 ഗ്യാപ്പുകളുണ്ട്. ഇവര് തമ്മിലുള്ള വ്യത്യാസം, അതായത് 20 അകലങ്ങളുണ്ട്. ഒരകലം എന്ന് പറയുന്നത് 60. അപ്പൊ 20 അകലം എന്ന് പറയുമ്പോ 20 ഗുണം 60 നമുക്ക് പറയാം 1200 സെന്റിമീറ്റർ. സെറ്റാണ്. 36, 50, 75 എന്നീ സംഖ്യകളുടെ LCM എത്ര? ഇതാണ് ചോദ്യം. LCM കാണാനായിട്ടുള്ള ചെറിയ ടെക്നിക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത്യാവശ്യം വലിയ നമ്പറാണ് എടുക്കാം. പക്ഷെ അത്രയും വലിയ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ LCM അത്യാവശ്യം വലിയ സംഖ്യകളാണ്. LCM എങ്ങനെ എടുക്കാം എന്ന് നമുക്ക് നോക്കാം. 36, 75, 50 ഇവരുടെ LCM. മക്കളെ നോക്കണേ. ഘടകക്രിയ ചെയ്യണം. ചിലർ ചിന്തിക്കുന്ന കാര്യം, എടാ ഈ ഘടകക്രിയ ചെയ്യുമ്പോൾ പ്രൈം നമ്പർ തന്നെ വേണോ LCM? അങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷെ ആദ്യം ഈ 3 സംഖ്യകളും ഒരുമിച്ച് ഘടകക്രിയ ചെയ്യാൻ, അതായത് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുണ്ടോ എന്ന് നോക്കണം. 36ഉം 75ഉം 3 വെച്ച് പറ്റും, പക്ഷെ 50നെ പറ്റില്ല. 75ഉം 50ഉം 5 വെച്ച് പറ്റും, പക്ഷെ 36നെ പറ്റില്ല. 36ഉം 50 2 വെച്ച് പറ്റും, 75നെ പറ്റില്ല. അപ്പൊ 3 സംഖ്യകളും ഇല്ല. 3 സംഖ്യകളും ഒരുമിച്ച് പോകുന്ന സംഖ്യകളില്ല. ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന സംഖ്യകളില്ലെങ്കിൽ മാത്രം 2 സംഖ്യകളെങ്കിലും പോകുമെന്ന് നോക്കണം. അപ്പൊ 2 സംഖ്യകൾ 75ഉം 50ഉം 5 വെച്ച് പോകും. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും 36 ഇല്ല, 2 സംഖ്യകൾ. അപ്പൊ 36നെ എന്തായാലും 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 36 അതുപോലെ എഴുതി. 75നെ 5 വെച്ച് ഹരിക്കുമ്പോൾ 15 ആവും. 50നെ 5 വെച്ച് ഹരിക്കുമ്പോൾ 10 ആവും. ഓക്കെ. ചിലർ പെട്ടെന്ന് 25 കൊണ്ട് പോകുമെന്ന് ചിന്തിക്കും. സത്യമാണ്, 25 കൊണ്ട് പോവും. അങ്ങനെ ചിന്തിക്കാൻ പറ്റി, അങ്ങനെ മതി, എളുപ്പമാണ്. ചിലർ ആദ്യം 36ഉം 75ഉം 3 വെച്ച് പോകും, അല്ലെ 36ഉം 50 2 വെച്ച്. അതൊക്കെ നിങ്ങളുടെ സൗകര്യം. ലാസ്റ്റ് നമ്മളെല്ലാം ഒരിടത്ത് വരും. ഇനിയും 2 സംഖ്യകൾ ഒരുമിച്ച് പോവോ? പോവും. 15ഉം 10ഉം 5 വെച്ച് പോവും. ഞാൻ അതുകൊണ്ട് വീണ്ടും 36നെ 5 വെച്ച് പറ്റില്ല, അതുകൊണ്ട് അതുപോലെ എഴുതി. 15നെ 5 വെച്ച് പോകുമ്പോൾ 3 ആണ്. 10നെ 5 വെച്ച് പോകുമ്പോൾ 2 ആണ്. ഇനി ഈ 3 സംഖ്യകൾ ഒരുമിച്ച് 2 സംഖ്യകൾ ഒരുമിച്ച് പോവും. 36ഉം 3ഉം 3 വെച്ച് പോകും. 36നെ 3 വെച്ച് പോയാൽ 12, 3നെ 3 വെച്ച് പോയാൽ 1, 2നെ 3 വെച്ച് പോകത്തില്ല, അതുകൊണ്ട് 2 അതുപോലെ എഴുതി. ഇനിയും ഈ 2 സംഖ്യകൾ ഒരുമിച്ച് പോവോ? എടാ 12ഉം 2ഉം ഒരുമിച്ച് പോകും, 2 വെച്ച്. 12നെ 2 വെച്ച് പോയാൽ 6 ആവും. 1 അതുപോലെ എഴുതി, കാര്യം 1 കഴിഞ്ഞു. 2നെ 2 വെച്ച്. ഇനി 2 സംഖ്യകൾ പോകാനായിട്ട് ഇല്ല, 1 ഉള്ളൂ. അപ്പൊ 6 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 6 കൊണ്ട് 6നെ ഹരിച്ച് നമ്മളെല്ലാം 1 ആക്കി. 6 അവസാനം ഗുണിച്ചാലും മതി. 2 സംഖ്യകൾ ഇനി പോകാനില്ല. ലാസ്റ്റിൽ ഒരു സംഖ്യയുള്ള ആ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എല്ലാം 1 ആക്കി. ഓക്കെ. അപ്പോൾ അവരുടെ LCM കാണാൻ ഒന്നുമില്ല. 5 ഗുണം 5 ഗുണം 3 ഗുണം 2 ഗുണം 6. 5 5 25, 25 3 75, 75 2 150, 156. 150 15 ഗുണം 6 എന്ന് പറഞ്ഞാൽ 15 ഗുണം 6 എന്ന് പറഞ്ഞാൽ 90 ആണ്. പിന്നെ ഒരു 0 കൂടെ ചേർത്ത് നമ്മുടെ ഉത്തരം
ഓപ്ഷൻ ബി 900. ഒരു വട്ടം കൂടെ പടേന്ന് പിടിക്കും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. 36, മക്കളെ 50, മക്കളെ 75. നമ്മൾ ആദ്യം ഈ 3 സംഖ്യകൾ ഒരുമിച്ച് പോകുമോ? ഇല്ല. അപ്പൊ നമ്മൾ നമ്മുടെ വീണ്ടും ലെവല് താത്തുക. 2 സംഖ്യകൾ ഒരുമിച്ച് പോവോ? എനിക്ക് തോന്നി 5 വെച്ച് 50ഉം 75ഉം പോവും. അപ്പൊ 36നെ 5 വെച്ച് ഹരിക്കാൻ പറ്റില്ല. 50നെ 5 വെച്ച് ഹരിച്ചാൽ 10, 75നെ 5 വെച്ച് ഹരിച്ചാൽ 15. ചിലർ പെട്ടെന്ന് 25 കൊണ്ട് ഇത് രണ്ടും പോകുന്നെടുത്ത ഭാഗ്യവാന്മാരാണ്. ഞാൻ പിന്നെ ഇച്ചിരൂടെ ലെവല് താത്തി പറഞ്ഞതേ ഉള്ളൂ. ഒറ്റയടിക്ക് 25 ഇവിടെ എഴുതി, ഇത് 2 ഇത് 3 എഴുതാം. ഇനി വീണ്ടും എനിക്ക് തോന്നി 10ഉം 15ഉം 5 വെച്ച് പോവും. അപ്പം 36, ഇത് 2 ഇത് 3. ഇനി 36ഉം 3ഉം 3 വെച്ച് പോകും. 2 സംഖ്യകൾ 36ഉം 3ഉം. 36നെ 3 വെച്ച് ഹരിച്ചാൽ ഇത് 12. 2നെ പറ്റില്ല. 3 വെച്ച് ഹരിക്കുമ്പോൾ ഇത് 1. സോറി, 2നെ പറ്റാത്തതുകൊണ്ട് 2 അതുപോലെ എഴുതി, ഇത് 1. 12ഉം 2ഉം 2 വെച്ച് പോകും. ഇത് 6, ഇത് 1, ഇത് 1. ഇനി 6നെ നമുക്ക് ഇനി 2 സംഖ്യകൾ ഒരുമിച്ച് പോകത്തില്ല, കാര്യം 2 സംഖ്യ 1 ഇനി 6 കൊണ്ട് ഇവനെ ഹരിച്ച് 1 1 1. അപ്പൊ ഇതെല്ലാം കൂടെ ഗുണിച്ച് നമ്മുടെ ഉത്തരം സിമ്പിളായിട്ട് പറയാം, ഓപ്ഷൻ ബി 900. മക്കളെ, LCM HCF നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വളരെ ഡീറ്റെയിൽ ആയി ഒരു LCM HCFനെ കുറിച്ച് എന്തൊക്കെ നമുക്ക് പഠിക്കണോ അതെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ വരും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് LCM HCF ആണ്. കാര്യം LCM HCF LDയിൽ സിലബസിൽ ഇല്ലേ പോലും കുറേ തവണ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ LPUPയിൽ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഒരു LGS ലെവലിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ LCM HCFന്റെ ഡീറ്റെയിൽ ക്ലാസ് നമ്മുടെ ചാനലിൽ വരും. നെക്സ്റ്റ് ടോപ്പിക് അതാണ്. അടുത്ത ചോദ്യം, ചിത്രത്തിലെ രൂപത്തിന്റെ പരപ്പളവ് എത്ര എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. മക്കളെ, ഈ ഇടയ്ക്ക് ഒരു ഖാദി ബോർഡ് LDCയുടെ പ്രിലിംസിന് വന്ന ചോദ്യമാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ തോന്നും, എടാ ഈ പ്രിലിംസിന് ജോമെട്രി ഒന്നും സിലബസിൽ ഇല്ലല്ലോ. ഇല്ല, പക്ഷെ ഇതൊക്കെ SCERT ടെക്സ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന ചോദ്യങ്ങളാണ്. വളരെ സിമ്പിളായ ചോദ്യമാണ്. ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം അറിയേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ഈ രൂപത്തിന്റെ പരപ്പളവാണ് ചോദിച്ചേക്കുന്നത്. പരപ്പളവിന് പകരം ചിലപ്പോൾ അവര് വിസ്തീർണം, ഏരിയ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പരപ്പളവ്, വിസ്തീർണം, ഏരിയ എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് അകത്തെ രൂപത്തിനെയാണ് ഈ പരപ്പളവ്, വിസ്തീർണം, ഏരിയ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിന്റെ വിസ്തീർണം കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു വര കൊടുത്താൽ ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. ചില ആളുകൾ ഇങ്ങനെ കട്ട് ചെയ്യും. എങ്ങനെ വേണം, നിങ്ങളുടെ സൗകര്യം. ഇങ്ങനെ ഒരു വര കൊടുത്താൽ ഇതിനെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇത് ഇപ്പൊ മക്കളെ ഒരു 2 ചതുരങ്ങളായി മാറി. ഇതൊരു ചതുരം, ഇത് 2ാമത്തെ ചതുരം. മക്കളെ, ഏതൊരു ചതുരത്തിൻ്റെയും പരപ്പളവ് കാണാൻ നീളം ഗുണം വീതിയാണ്. മനസ്സിലോർക്കണം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഇത് വളരെ ബേസിക് ആയ കാര്യമാണ്. വരാം, ഏതൊരു ചതുരത്തിൻ്റെയും പരപ്പളവ്, വിസ്തീർണം കാണാൻ നീളം ഗുണം വീതിയാണ്. പരപ്പളവും വിസ്തീർണവും ഒന്ന് തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ചതുരത്തെ മാത്രം ശ്രദ്ധിച്ച, ഈ ചതുരത്തിന്റെ നോക്ക്, ഇത്ര മാത്രം നോക്ക്, നീളം 3. അപ്പൊ ഇവിടുന്ന് ഇവിടെ വരെയും ഞാൻ വരച്ച് ഇച്ചിരി മാറിപ്പോയെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെയും 3 തന്നെയാണ് ആണേ. അപ്പൊ നീളം 3, വീതി നമുക്കറിയാം, സോറി വീതി 3. അപ്പൊ ഇത് 3 നീളം ഇത് 10 ആയ സ്ഥിതിക്ക് ഇത് എന്ത് തന്നെ 10. ഓക്കെ, അപ്പൊ ഈ ഒരു ചതുരത്തിന്റെ വിസ്തീർണം കാണാൻ നീളം ഗുണം വീതി, നീളം 10, വീതി 3, പൈറ്റി 3, നമുക്ക് 30 എന്ന് പറയാം. അപ്പൊ 1ാമത്തെ ചതുരത്തിന്റെ വിസ്തീർണം നമുക്ക് കിട്ടി മക്കളെ 30. ഇനി 2ാമത്തെ ചതുരം, ഇതാണ് 2ാമത്തെ ചതുരം. നോക്കിക്കോണേ, ഇതാണ് 2ാമത്തെ ചതുരം. ഇതിന്റെ നീളം ഇവിടെ തന്നെ ഉണ്ട് 2. ഇത് 2, ഇതും തന്നെ 2. ഇനി വീതി നോക്ക്. നമുക്കറിയാം ഇവിടെ മുതൽ ഇവിടെ വരെ, നമുക്കറിയാം ഇവിടെ മുതൽ ഇവിടെ വരെ 6 ക്വസ്റ്റ്യനിലുണ്ട്. ഇവിടെ വരെ നമുക്കറിയാം 3. കാര്യം ഇത് 3, ഇത് 3. അപ്പൊ മൊത്തം 6. ഇവിടെ വരെ 3 ആയ സ്ഥിതിക്ക് ബാക്കി എത്ര? 3. അപ്പൊ ഇത് 3, ഇത് 3, ഇത് 3. അപ്പൊ ഈ ചതുരത്തിന്റെ നീളം നമുക്ക് മനസ്സിലായി.
2 വീതി 3, അല്ലെ തിരിച്ചെടുത്താലും മതി. നീളം 3 വീതി 2. അപ്പോഴും അവരുടെ പരപ്പളവ് കാണാൻ നമുക്കറിയാം. നീളം ഗുണം വീതി 3 ഗുണം 2 നമുക്ക് പറയാം 6. അപ്പൊ ഈ ചതുരത്തിന്റെ 6. അപ്പൊ ഈ ഫിഗറിന്റെ മൊത്തം വിസ്തീർണം എത്ര? ഇത് മൊത്തം 30, ഇത് മൊത്തം 6. അങ്ങനെ 30 6 കൂടെ ചേർത്ത് നമുക്ക് പറയാം ഓപ്ഷൻ സി 36 സെന്റിമീറ്റർ സ്ക്വയർ. പൊളിയായിട്ട് നമുക്ക് ആൻസറിലേക്ക് ലാൻഡ് ചെയ്യാം. ഞാൻ ഒരു വട്ടം കൂടെ പറയും, നിങ്ങളെല്ലാവരും വളരെ പെട്ടെന്ന് എന്നോടൊപ്പം പിടിക്കും. ഇനിയിപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഫിഗറിൽ നിന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കിവരെ 2ആയിട്ട് കട്ട് ചെയ്യാം. ഇത് ചിലർ ഇങ്ങനെ കട്ട് ചെയ്തവരുണ്ട്, എങ്ങനെ വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ 2 ചതുരങ്ങൾ കിട്ടി. ഇതൊരു ചതുരം, ഇത് 2ാമത്തെ ചതുരം. മക്കളെ ഈ ചതുരം, 1ാമത്തെ ചതുരം നോക്ക്. നീളം 3, വീതി 10. ഇത് 3, തിരിച്ചു വേണേലും എടുക്കാം. ഇത് 10, ഇത് 10. ഓക്കെ, കാര്യം ഇത് 10, നീളം 3 ആണ്, ഇത് 3. അപ്പോൾ ഇതിന്റെ വിസ്തീർണം നീളം ഗുണം വീതി 3 ഗുണം 10 അല്ലെ 10 ഗുണം 3 നമുക്ക് കിട്ടി വിസ്തീർണം 30. ഇനി ഈ 2ാമത്തെ ചതുരം എടുത്തേതേണ്ട ഈ സാധനത്തിന്റെ നീളം നമുക്ക് മനസ്സിലായി 2. കാര്യം ഇത് 2 ആണ്, ഇതിന്റെ 2. നമുക്കറിയാം ഇവിടെ മുതൽ ഇവിടെ വരെ 6, ഇത് 3 ആണ്, ഇതും എന്ത് തന്നെയാണ്, ഇവിടെ വരെ 3. അപ്പൊ മൊത്തം 6, ഇവിടെ വരെ 3, ബാക്കി എത്ര? 3. അപ്പൊ നീളം 2, വീതി 3. അപ്പൊ വിസ്തീർണം 3 ഗുണം 2 6. അപ്പോ ഇത് മൊത്തം 30, ഇത് മൊത്തം 6. അങ്ങനെ ആകെ പരപ്പളവ് 30 6. ഓപ്ഷൻ സി 36. അടുത്ത ചോദ്യം. അടുത്തത് കോഡിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. മെന്റൽ എബിലിറ്റിയുടെ ചോദ്യമാണ്. കണ്ടോ, 12 സ്റ്റാർ 34 സ്റ്റാർ 41. അടുത്തത് 53 സ്റ്റാർ 81 സ്റ്റാർ 62. ഇനി നമുക്ക് കാണേണ്ടത് 43 സ്റ്റാർ 25 സ്റ്റാർ 13. ഓക്കെ, ഈ സാധനത്തെ നോക്കിക്കോണം. ഈ ഒരു സാധനത്തെ 375 എന്നാണ് എഴുതിയേക്കുന്നത്. എങ്ങനെ വന്നു? 12ന്റെ അകത്ത് 1 2 കൂടെ കൂട്ടുമ്പോ 3, 34ന്റെ അകത്ത് 3 4 കൂടെ കൂട്ടുമ്പോ 7, 41ന്റെ അകത്ത് 4 1 കൂടെ കൂട്ടുമ്പോ 5. അങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് 375. കണ്ടോ? അപ്പൊ നമ്മൾ ചിന്തിച്ചത് കറക്റ്റ് ആണ്. ഇതൊന്ന് നോക്കിക്കേ. 53ൽ 5 3 കൂടെ കൂട്ടിയാൽ 8, 81ൽ 8 1 കൂടെ കൂട്ടിയാൽ 9, 62ൽ 6 2 കൂടെ കൂട്ടിയാൽ 8. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് 898. അപ്പൊ ഇതിന്റെ കോഡ് എഴുതിയേക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. ഓരോ 2 അക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടി ഒരു സംഖ്യ ആക്കി, എന്നിട്ട് ഒരുമിച്ച് എഴുതി വെച്ചു. അങ്ങനെയാണ് ഇവരുടെ കോഡ്. 43ൽ 4 3 7, 2 5 കൂടെ കൂട്ടി 7, 3 1 കൂടെ കൂട്ടി 4. ഇത് കൂട്ടുമ്പോൾ 7, ഇതും കൂട്ടുമ്പോൾ 7, ഇതും കൂട്ടുമ്പോൾ 4. ഇത് ഒരുമിച്ച് എഴുതിയ നമുക്ക് പറയാം 774. ഒരേ പൊളി. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ, 774. ചോദ്യം ഇങ്ങനെയാണ്. a+b = 5, ab = 2 ആയാൽ a² + b² വില എന്ത് എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് മനസ്സിലാവും a+b² വലുതാക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും ഇതിന്റെ ഉത്തരം. അതായത് a+b വില നമ്മളോട് പറയുന്നു 5, ab വില നമ്മളോട് പറയുന്നു 2. നമുക്ക് a² + b² വിലയാണ് കാണേണ്ടത്. മക്കളെ, നിർബന്ധമായും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു സാധനമാണ് a+b² = a² + 2ab + b². ഒന്നുകൂടെ, a+b² = a² + 2ab + b². ഒന്നുകൂടെ, a+b² = a² + 2ab + b². ഒന്നുകൂടെ, a+b² = a² +
2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഞാൻ ഒന്നുകൂടെ എഴുതുന്നു, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോ ഇതൊന്ന് തിരിച്ചെഴുതിയാൽ ഇങ്ങനെ ആയിരിക്കും. തിരിച്ചൊന്ന് എഴുതുകയെ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, തിരിച്ചു മറിച്ചു എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ എ സ്ക്വയർ നമുക്കറിയത്തില്ല, അതുകൊണ്ട് അതുപോലെ എഴുതി. പ്ലസ് 2ab. എടാ, എ ബിയുടെ വില 2 ആണെന്ന് ക്വസ്റ്റിനിൽ പറയുന്നു. അപ്പൊ 2ab എന്ന് പറയുമ്പോൾ 2 ഗുണം 2 പ്ലസ് ബി സ്ക്വയറിന്റെ വില നമുക്ക് അറിയത്തില്ല, ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. മക്കളെ, എ പ്ലസ് ബി നമുക്കറിയാം 5, ഇത് 5, അപ്പൊ 5ന്റെ സ്ക്വയർ. ഓക്കെ, ഇതെടുത്ത് എഴുതിയത് ഒന്നുകൂടെ പറയുന്നു. എ സ്ക്വയർ നമുക്കറിയത്തില്ല, അതുപോലെ എഴുതി. പ്ലസ് 2ab, എ ബിയുടെ വില 2 ആണ്. അപ്പൊ 2ab എന്ന് പറയുമ്പോൾ 2 ഗുണം 2 പ്ലസ് എ ബി 2, അപ്പൊ 2ab 2 ഗുണം 2 പ്ലസ് ബി സ്ക്വയറിന്റെ വില നമുക്കറിയത്തില്ല, ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി 5, 5 എ പ്ലസ് ബി. കണ്ടോ, 5ന്റെ സ്ക്വയർ. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാടോ, പിന്നെ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എ സ്ക്വയർ പ്ലസ് 2 2 4 പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 25. ഇനി ഈ പ്ലസ് 4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. കാര്യം പ്ലസ് അപ്പുറത്തേക്ക് പോയാൽ മൈനസ് ആവും, മൈനസ് അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് ആവും. അപ്പൊ ഇവിടെ ബാക്കി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. ഇവിടെ ഓൾറെഡി ഒരു 25 ഉണ്ട്. ഈ പ്ലസ് 4 അപ്പുറത്ത് പോയി മൈനസ് 4 ആവും. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 25 4 പോയി 21. നമുക്ക് വേണ്ടിയത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വിലയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും ഓപ്ഷൻ എ 21. പൊളി. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയും, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. എ പ്ലസ് ബിയുടെ വില തന്നു, എ ബിയുടെ വില തന്നു, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കാണണം. നമുക്കെല്ലാവർക്കും അറിയാം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എ സ്ക്വയർ നമുക്കറിയത്തില്ല, അതുപോലെ എഴുതി. 2ab കൊടുക്കണം. എടാ, എ ബി എന്ന് പറയുന്നത് 2, അപ്പൊ 2ab എന്ന് പറയുമ്പോൾ 2 ഗുണം 2 4, ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് എഴുതി. പ്ലസ് ബി സ്ക്വയർ നമുക്കറിയത്തില്ല, ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി എന്ന് പറയുന്നത് 5, ഇത് 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. ഈ 4 അവിടേക്ക് പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ ഓൾറെഡി ഒരു 25 ഉണ്ട്. ഈ പ്ലസ് 4 അവിടെ പോയി മൈനസ് 4 ആവും. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 25 4 പോയി 21. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അടുത്ത് 160 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 72 കിലോമീറ്റർ പെർ അവർ മണിക്കൂർ, കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകുന്നതിന് ഈ തീവണ്ടിക്ക് എന്ത് സമയം വേണം എന്നതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. മക്കളെ, തീവണ്ടി ഒരു പോസ്റ്റിനെയോ ഒരു മരത്തെയോ അതുപോലെ തന്നെ ഒരു മനുഷ്യനെയോ കടന്നുപോയാൽ അവിടുത്തെ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം തന്നെയാണ്. മക്കളെ, ട്രെയിനിൻ്റെ പാർട്ട് 1 കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചെറിയ പരീക്ഷയ്ക്ക് പോയാൽ പോലും ട്രെയിനിൻ്റെ പാർട്ട് 1 ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകണം. മിക്കവാറും ഒരു ചോദ്യം കിട്ടും. ട്രെയിൻ 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പാർട്ട് 1 നിർബന്ധമായിട്ടും ഒന്ന് പഠിക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, തീവണ്ടി ഒരു മനുഷ്യനെയോ മരത്തെയോ പോസ്റ്റിനെയോ ഒരു പോയിന്റിനെയോ കടന്നുപോയാൽ, അതായത് തീവണ്ടി വലിയ നീളമില്ലാത്ത ആളുകളെ കടന്നുപോയാൽ
അവിടുത്തെ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം ക്വസ്റ്റിന് പറയുന്നു 160 മീറ്റർ. അപ്പൊ ഇവിടുത്തെ ദൂരം 160 മീറ്റർ. ഇനി ഇവിടെ തീവണ്ടിയുടെ സ്പീഡ് നമ്മളോട് പറയുന്നു 72 കിലോമീറ്റർ പെർ അവർ ആണ്, കിലോമീറ്റർ പെർ മണിക്കൂർ. മക്കളെ, ട്രെയിൻ എന്ന് പറയുന്ന സാധനം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ യൂണിറ്റ് മീറ്റർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഒന്നുകൂടെ, മീറ്റർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്. അതായത് ദൂരം മീറ്ററിലായിരിക്കും, സമയം സെക്കൻഡിലായിരിക്കും, സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ സ്പീഡ് കിലോമീറ്റർ പെർ അവർ ആണ്. ആ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എപ്പോഴും ഓർത്തോണം 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 18ഉം ഈ 72ഉം നമുക്ക് 18 കൊണ്ട് വെട്ടാം. 18 2 36, 3 54, 4 72. അങ്ങനെ 4ഉം 5ഉം കൂടെ ഗുണിച്ച് നമുക്കിവിടുത്തെ സ്പീഡ് കിട്ടി 20 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുത്തെ ദൂരം 160 മീറ്റർ ആണ്. ഇവിടുത്തെ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് കടന്നു പോകാൻ എടുക്കുന്ന സമയമാണ് വേണ്ടിയത്. മക്കളെ, സമയം കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്, ദൂരം ഡിവൈഡഡ് ബൈ വേഗത. ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിലുണ്ട് 160 മീറ്റർ. സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു 20. 160നെ 20 കൊണ്ട് ഭാഗിച്ച് നമുക്ക് പറയാം 16/0 പോവും. 16നെ 2 കൊണ്ട് ഹരിച്ചാൽ 8. നമുക്ക് കിട്ടും സമയം 8. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രെയിനിന്റെ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ മീറ്റർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് എന്ന ദൂരം മീറ്ററിലായിരിക്കണം, സമയം സെക്കൻഡിലായിരിക്കും, സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇവിടെ ദൂരം മീറ്റർ, സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയവും സെക്കൻഡ്. അപ്പൊ 8 സെക്കൻഡാണ് നമ്മുടെ ഉത്തരം. ഇനി അന്ന് 2003 ക്വസ്റ്റ്യൻ ആണ്. അന്ന് പരീക്ഷ എഴുതിയ ആളുകൾ ഒത്തിരി പേര് പറ്റിക്കപ്പെട്ട ഒരു ചോദ്യമായത്. നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് 8 സെക്കൻഡ് എന്തോ കിട്ടി എന്നുള്ള ചാരിതാർത്ഥത്തിൽ നോക്കുമ്പോൾ 8 ഓപ്ഷനിലുണ്ട്, ടിക്ക് ചെയ്ത് വണ്ടിയെ കയറുമ്പോൾ അല്ലെ വീട്ടിൽ വരുമ്പോഴായിരിക്കും ഇതിനകത്തിലെ പണി നിങ്ങൾ മനസ്സിലാവുന്നേ. നമ്മുടെ ഉത്തരം 8 സെക്കൻഡാ. ഓപ്ഷൻ എ എന്തുവാ? 8 മിനിറ്റാ. സൂക്ഷിക്കണം, 8 സെക്കൻഡ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഞാൻ ഒരു വട്ടം കൂടെ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. 160 മീറ്റർ നീളമുള്ള തീവണ്ടി 72 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകുന്നതിന് എന്ത് സമയം വേണം? നമ്മൾ ആദ്യം മനസ്സിലോർക്കേണ്ട കാര്യം, തീവണ്ടിയെ സംബന്ധിച്ച് വലിയ നീളമില്ലാത്ത ആളുകൾ, അതായത് തീവണ്ടി ഒരു മനുഷ്യനെ കടന്നു പോകുമ്പോൾ, ഒരു പോയിന്റിനെ കടന്നു പോകുമ്പോൾ, ഒരു പോസ്റ്റിനെ കടന്നു പോകുമ്പോൾ, ഒരു മരത്തെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം തന്നെയാണ്. അപ്പൊ ഇവിടെ തീവണ്ടി ഒരു പോസ്റ്റിനെ കടന്നു പോകുന്നു. അപ്പൊ ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം. അപ്പൊ ഡിസ്റ്റൻസ്, ദൂരം, തീവണ്ടിയുടെ നീളം 160 മീറ്റർ. ഇനി തീവണ്ടിയുടെ സ്പീഡ് പറയുന്നു 72 കിലോമീറ്റർ പെർ അവർ. മക്കളെ, ട്രെയിനിന്റെ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് 99% മീറ്റർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് എന്ന രീതിയിലായിരിക്കണം. ദൂരം മീറ്ററിലാണ്. സമയം സെക്കൻഡിൽ കിട്ടണം, സമയമില്ല ഇവിടെ. സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ്, പക്ഷെ ഇത് കിലോമീറ്റർ പെർ അവർ ആണ്. ആ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു 18, 18, 18, 4 72. 4, 5 കൂടെ ഗുണിച്ച് സ്പീഡ് കിട്ടി 20 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് സമയമാവേണ്ടി, സമയം കാണാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്, ദൂരം ബൈ വേഗത. ദൂരം 160, വേഗത 20 മീറ്റർ പെർ സെക്കൻഡ്.
ഇത് വെട്ടിക്കളയുമ്പോൾ 0 0 പോയി. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് പറയാം 8 സെക്കൻഡാണ് നമ്മുടെ ഉത്തരം. അപ്പൊ ദൂരം മീറ്ററിലും സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലും ആയതുകൊണ്ട് നമ്മുടെ സമയം സെക്കൻഡിലായിരിക്കും. നമ്മുടെ ഉത്തരം 8 സെക്കൻഡ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം ഇതേപോലെ തന്നെ ട്രെയിനിന്റെ മറ്റൊരു ചോദ്യം. 108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു വൈദ്യുത പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം 30 സെക്കൻഡ് ആണെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഇവിടെ തീവണ്ടി ഒരു പോസ്റ്റിനെ കടന്നു പോകുന്നു. അപ്പൊ തീവണ്ടി വലിയ നീളമില്ലാത്ത, തീവണ്ടിയെ സംബന്ധിച്ച് വലിയ നീളമില്ലാത്ത ആളുകളെ കടന്നു പോകുമ്പോൾ, അതായത് തീവണ്ടി ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മരത്തെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പോയിന്റിനെ കടന്നു പോകുമ്പോൾ തീവണ്ടിയുടെ അവിടുത്തെ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം തന്നെയാണ്. അപ്പം മക്കളെ, ഇവിടെ തീവണ്ടിയുടെ നീളം കാണാനാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ദൂരം നമ്മൾ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഒന്നുകൂടെ. തീവണ്ടി ഇവിടെ ഒരു പോസ്റ്റിനെ കടന്നു പോകുന്നു. തീവണ്ടി ഒരു മനുഷ്യനെ, മരത്തെ, പോസ്റ്റിനെ, പോയിന്റിനെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം തന്നെയാണ്. അപ്പൊ ഇവിടെ തീവണ്ടിയുടെ നീളം കാണാൻ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ദൂരം നമ്മൾ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇവിടുത്തെ സ്പീഡ് നമ്മളോട് പറയുന്നു 108 കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തീവണ്ടിയുടെ പ്രോബ്ലങ്ങൾ വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട യൂണിറ്റ് ദൂരം മീറ്ററിലായിരിക്കണം, സമയം സെക്കൻഡിലായിരിക്കണം, സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം. മിക്കവാറും ഉള്ള സ്പീഡുകളെല്ലാം കിലോമീറ്റർ പെർ അവറിലായിരിക്കും. കാര്യം വേഗത നമ്മൾ എപ്പോഴും, ഇപ്പോൾ ഒരാൾ പറയത്തില്ല 60 പോയി, 60 കിലോമീറ്റർ പെർ അവർ, 50 പോയി, ഇപ്പൊ എപ്പോഴും കിലോമീറ്റർ പെർ അവറാണ്. പക്ഷെ വേഗത മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 18ഉം 108ഉം 3 വെച്ച് വെട്ടാം, 6 വെച്ച് വെട്ടാം, 18 കൊണ്ട് പെട്ടെന്ന് വെട്ടാം. ഒരു 18, 2 36, 3 54, 4 72, 5 90, 6 108, 6. അപ്പൊ 6 5 30. അപ്പൊ ഇവിടുത്തെ സ്പീഡ് നമുക്ക് കിട്ടി 30 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവരെ കടന്നു പോകാൻ എടുക്കുന്ന സമയം നമുക്ക് കിട്ടി 30 സെക്കൻഡ്. അപ്പൊ ഇവിടുത്തെ സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡ്. കടന്നു പോകാൻ എടുക്കുന്ന സമയം 30 സെക്കൻഡ്. യൂണിറ്റിന്റെ പ്രശ്നമൊന്നുമില്ല, കാര്യം സമയം സെക്കൻഡില്ല. അപ്പൊ നമുക്ക് കാണേണ്ടത് തീവണ്ടിയുടെ നീളം. തീവണ്ടിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദൂരം തന്നെയാണ്. ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം, DTS എന്നോർത്താലും മതി, അല്ലെ ടൈം ഇൻറ്റു സ്പീഡ്, DTS എന്നോർത്താലും മതി. നമ്മൾ പണ്ട് തിയേറ്ററിന്റെ ഒക്കെ പരസ്യത്തിൽ പറയല്ലേ DTS ടെക്നോളജി. അപ്പൊ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ്. അപ്പൊ DTS, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ്. ദൂരം കാണാൻ സമയവും വേഗതയും കൂടെ ഗുണിക്കണം. സമയം മക്കളെ 30 സെക്കൻഡ്, സ്പീഡ് മക്കളെ 30 മീറ്റർ പെർ സെക്കൻഡ്. 30 ഗുണം 30 നമുക്ക് പറയാം 900. ട്രെയിനിന്റെ പ്രോബ്ലം ആണ്. ദൂരം മീറ്ററില്, സമയം സെക്കൻഡില്, സ്പീഡ് മീറ്റർ പെർ സെക്കൻഡില്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ ദൂരവും മീറ്ററിലായിരിക്കും. 900 മീറ്റർ. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ പെട്ടെന്ന്, ഇവിടെ തീവണ്ടി ഒരു പോസ്റ്റിനെ കടന്നു പോകുന്നു. നമുക്ക് തീവണ്ടിയുടെ നീളം വേണം. തീവണ്ടി ഒരു പോസ്റ്റിനെ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം തന്നെയാണ്. അപ്പൊ ഇവിടെ തീവണ്ടിയുടെ നീളം കാണാൻ പറഞ്ഞാൽ ഇവിടുത്തെ ദൂരം കണ്ടുപിടിക്കണം. ഇവിടെ തീവണ്ടി പോയ വേഗത 108 കിലോമീറ്റർ പെർ അവർ ആണ്. മക്കളെ, ട്രെയിനിന്റെ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ വേഗത കിലോമീറ്റർ പെർ അവറിലായിരിക്കത്തില്ല, മീറ്റർ പെർ സെക്കൻഡ് ആവണം. അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മക്കളെ, 18 ആണ് 108, 6 5 30 മീറ്റർ പെർ സെക്കൻഡ്. സമയം ക്വസ്റ്റ്യൻ്റെ അകത്ത് പറയുന്നു 30 സെക്കൻഡ്. സമയത്തിൽ കുഴപ്പമില്ല, സമയം മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡിലാണ്. അപ്പൊ ഇവിടുത്തെ തീവണ്ടിയുടെ നീളം, അതായത് ദൂരം കാണാൻ നമുക്ക് സമയവും സ്പീഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. DTS, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ്.
സമയം നമുക്കെല്ലാവർക്കും അറിയാം 30 സെക്കൻഡ്. സ്പീഡ് നമുക്കെല്ലാവർക്കും അറിയാം 30 മീറ്റർ പെർ സെക്കൻഡ്. 30 ഗുണം 30 900 മീറ്റർ ആണ് നമ്മുടെ ഉത്തരം. ഒരേ പൊളി. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അടുത്ത് ഡിവിഷനെ പ്ലസ് എന്നും മൈനസിനെ ഡിവിഷൻ എന്നും ഇൻറ്റുവിനെ മൈനസ് എന്നും പ്ലസിനെ ഇൻറ്റു എന്നും പ്രസ്താവിച്ചാൽ ഈ സാധനം എന്തുവാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ബോഡ്മാസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ആദ്യം ഇവർക്ക് ജസ്റ്റ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് നൈസായിട്ട് വെട്ടിയിട്ട് ആക്ച്വൽ സിമ്പിൾ എന്താന്ന് നോക്കാം. ഓക്കെ, ആദ്യം മൈനസിന് പകരം ഡിവിഷനാണ്, അതവിടോട്ട് എഴുതി. പിന്നെ ഡിവിഷന് പകരം പ്ലസ് ആണ്. പിന്നെ ഇൻറ്റുവിന് പകരം മൈനസ് ആണ്. ഓക്കെ, ഇനി അടുത്ത പ്ലസിന് പകരം ഇൻറ്റു. അടുത്ത ഇൻറ്റുവിന് പകരം മൈനസ്. അടുത്ത ഡിവിഷന് പകരം പ്ലസ്. അടുത്തത് എന്തോ പ്ലസിന് പകരം ഇൻറ്റു. ഇത്രയും നമ്മൾ മാറ്റി എഴുതും. ഇത്ര മാറ്റി എഴുതാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന യാതൊരു ആളുകൾക്കും ബുദ്ധിമുട്ടില്ല. കാര്യം അവർ പറഞ്ഞ സിമ്പിൾ ഒന്ന് മാറ്റി എഴുതുന്നുള്ളൂ. ആദ്യം മൈനസിന് പകരം ഡിവിഷൻ. ഇനി അടുത്ത ഡിവിഷന് പകരം പ്ലസ്. അടുത്ത ഇൻറ്റുവിന് പകരം മൈനസ്. അടുത്ത പ്ലസിന് പകരം ഇൻറ്റു. അടുത്ത ഇൻറ്റുവിന് പകരം മൈനസ്. അടുത്ത ഡിവിഷന് പകരം പ്ലസ്. അടുത്ത പ്ലസിന് പകരം ഇൻറ്റു. ഇനി ഈ ചോദ്യം നമുക്കൊന്ന് മാറ്റി എഴുതാം. ബ്രാക്കറ്റിന്റെ അകത്ത് 50 ഡിവിഷൻ 5 പ്ലസ് 30 മൈനസ് 4 ഡിവിഷൻ ബൈ. ഇനി അടുത്ത് 44 ഇൻറ്റു 4 മൈനസ് 4 പ്ലസ് 2 ഇൻറ്റു 12. നമുക്ക് ആദ്യം ഈ മേളത്തെ പോർഷൻ അങ്ങ് ചെയ്യാം. മേളത്തെ പോർഷൻ എന്തോ ന്യൂമറേറ്റർ പാർട്ട്. ബ്രാക്കറ്റിന്റെ അകത്തിൽ 50 ഡിവിഷൻ 5 പ്ലസ് 30 മൈനസ് 4. ബോഡ്മാസ് റൂൾ പ്രകാരം ഒരു ഡിവിഷനും പ്ലസും മൈനസും ഒക്കെ വരുമ്പോൾ ബോഡ്മാസ് ഉപയോഗിക്കണം. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റിൽ എന്തോ ഉണ്ടോ അത് ആദ്യം ചെയ്യണം. 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബ്രാക്കറ്റിന്റെ അകത്ത് 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. 10 പ്ലസ് 30 മൈനസ് 4. പിന്നെയും അഡീഷൻ കഴിഞ്ഞ് സബ്ട്രാക്ഷൻ ആണ് ബോഡ്മാസിന്റെ അകത്ത്. ബോഡ്മാസ് AS കൂട്ടൽ കഴിഞ്ഞ് കുറയ്ക്കലാണ്. ഇനി കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ചെയ്താലും കുഴപ്പമില്ല. 10ഉം 30ഉം കൂടെ കൂട്ടിയാൽ 40. 40ൽ നിന്ന് 4 പോയാലും 36. അപ്പൊ മേളത്തെ പോർഷൻ ന്യൂമറേറ്റർ പോർഷൻ നമുക്ക് കിട്ടി 36. ഒന്നുകൂടെ ബോഡ്മാസ് റൂൾ പ്രകാരം നമ്മൾ ആദ്യം ബ്രാക്കറ്റ് സോൾവ് ചെയ്തു. 50നെ 5 കൊണ്ട് ബ്രാക്കറ്റിന്റെ അകത്ത് ഡിവിഷൻ ചെയ്തപ്പോൾ 10. 10 പ്ലസ് 30 മൈനസ് 4. 10ഉം 30ഉം 40. 40ൽ നിന്ന് 4 പോയാൽ 36. ഇനി മക്കളെ താഴത്തെ പോർഷൻ ഒന്ന് നമുക്ക് ചെയ്യാം. 4 ഇൻറ്റു 4 മൈനസ് 4 പ്ലസ് 2 ഇൻറ്റു 12. നോക്കാം, ഇതാണ് താഴത്തെ ഡിനോമിനേറ്റർ, ഛേദത്തിന്റെ ഭാഗം. ബോഡ്മാസ് റൂൾ പ്രകാരം ഛേദം നോക്ക്. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല. ഡിവിഷൻ ഹരണമുണ്ടോ? ഇല്ല. മൾട്ടിപ്ലിക്കേഷൻ ഗുണനമുണ്ടോ? ഉണ്ട്. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇത് മൾട്ടിപ്ലിക്കേഷൻ. പറ. 4 ഗുണം 4 16. 2 ഗുണം 12 24. ഓക്കെ, അപ്പൊ ഈ സാധനം 16 മൈനസ് 4 പ്ലസ് 24 എന്ന് വന്നു. ബോഡ്മാസ് റൂൾ പ്രകാരം അഡീഷൻ കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷൻ. പക്ഷെ അങ്ങനെ എടുത്താൽ ചിലർക്ക് പറ്റുന്ന ഒരു പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 24 കൂട്ടി 28 എഴുതും. മൈനസ് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ എങ്കിൽ, അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ എങ്കിൽ, കൂട്ടാനും ഒന്നുകൂടെ പറയുന്നു, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താൽ മതി. അല്ലെങ്കിൽ കൂട്ടാനുള്ള 16 24 40, 40ൽ നിന്ന് 4 പോയാൽ 36 അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ
16-ൽ നിന്ന് 4 പോയ 12, 12ഉം 24 കൂട്ടിയ 36. കണ്ടോ? അപ്പോ താഴത്തെ പോർഷനും നമുക്ക് 36 എന്ന് കിട്ടി. അപ്പൊ മക്കളെ മേളത്തെ പോർഷൻ 36, താഴത്തെ പോർഷനും 36. അപ്പൊ നമ്മുടെ ഉത്തരം 36/36. 36/36 എന്ന് പറഞ്ഞാൽ 36നെ 36 കൊണ്ട് ഹരിച്ചാൽ 1. താഴെയും മേളിലും ഒരേ സാധനമാ, വെട്ടിക്കളഞ്ഞ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 1 പൊളി. അപ്പൊ 1 നമ്മൾ ഇത് മാറ്റി എഴുതി, എന്നിട്ട് 2 സെപ്പറേറ്റ് ചെയ്തു. മേളത്തെ പോർഷൻ ചെയ്തപ്പോൾ 36 വന്നു, താഴത്തെ പോർഷൻ ചെയ്തപ്പോൾ 36 വന്നു. 36/36 1. അടുത്ത ചോദ്യം, 5 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 150 സെന്റിമീറ്റർ ആകുന്നു. ഇതിൽ 4 കുട്ടികളുടെ ഉയരം യഥാക്രമം 140, 156, 155, 152 സെന്റിമീറ്റർ ആകുന്നു. എന്നാൽ 5ാമത്തെ കുട്ടിയുടെ ഉയരം എത്ര എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ മക്കളെ ഇവിടെ പറയുന്നത് 5 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 150. അപ്പൊ ഈ 5 കുട്ടികളുടെ ആകെ ഉയരം എത്ര എന്ന് ചോദിച്ചാൽ 5 ഗുണം 150 നമുക്ക് പറയാം 750. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ തോന്നും അതെങ്ങനെ? എടാ 5 പേരുണ്ട്, ആ 5 പേരുടെ ശരാശരിയാണ് 150. ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോരുത്തർക്കും പകുത്ത 150. അപ്പൊ 5 പേർക്ക് മൊത്തം എത്ര എന്ന് ചോദിച്ചാൽ 5 ഗുണം 150 750. അല്ലേ തന്നെ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്, 5 പേര് എണ്ണം 5, ശരാശരി 150. അപ്പൊ ആകെ തുക അവരുടെ മൊത്തം ഉയരം തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി 5 ഗുണം 150 750. ഓക്കെ, അപ്പോൾ അവരുടെ ആകെ ഉയരം എന്ന് പറയുന്നത് 750 ആണ്. 5 പേരുണ്ട്, ആ 5 പേരുടെ ആകെ ഉയരം എണ്ണം ഗുണം ശരാശരി 750. അതില് 5 പേരുടെ മൊത്തം 750. അതിൽ ഒന്നാമത്തവന്റെ ഉയരം 140, രണ്ടാമത്തവന്റെ ഉയരം 156, മൂന്നാമത്തവന്റെ ഉയരം 155, നാലാമത്തവന്റെ ഉയരം 152. അപ്പൊ ഈ 4 പേരുടെ ഉയരങ്ങൾ എക്സാക്ട് നമുക്ക് അറിയാം. അപ്പൊ ഈ 4 പേരുടെ ഉയരങ്ങൾ മൊത്തം എത്രയായി? 140, 156, 155, 152 കൂടെ കൂട്ടുമ്പോ 13 ശിഷ്ട 1. ഇനിയും 4 5 9, 9 5 14, 19 20 ശിഷ്ടൻ 2, 1 1 2 3 4. ബാക്കി 4 ആദ്യത്തെ 4 പേരുടെ ഉയരങ്ങൾ എല്ലാം കൂട്ടുമ്പോ 603 ആണ്. മക്കളെ മൊത്തം 5 പേരുടെ ഉയരം 750 ആണ്. 4 പേരുടെ ഉയരങ്ങൾ എല്ലാം കൂട്ടുമ്പോ മക്കളെ 603 ആണ്. മൊത്തം 5 പേർക്ക് 750, 4 പേർക്ക് 603. അപ്പൊ 5ാമത്തവന്റെ ഉയരം എത്രന്ന് ചോദിച്ചാൽ ആകെ 750 4 പേരുടെ ഉയരമായ 603 കുറയ്ക്കണം. 750 603 കുറച്ച് നമുക്ക് പറയാൻ കഴിയും 147 ആണ്. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ, 5 പേരുണ്ട്, 5 പേരുടെ ശരാശരി ഉയരം 150. അപ്പോ 5 പേരുടെ ഉയരത്തിന്റെ തുക 5 ഗുണം 150 750 എണ്ണം ഗുണം ശരാശരി. അതിൽ 4 പേരുടെ ഉയരം 140, 156, 155, 152. അപ്പൊ 4 പേരുടെ ഉയരത്തിന്റെ തുക എത്രന്ന് ചോദിച്ചാൽ ഇതെല്ലോടെ കൂട്ടുമ്പോ കൂട്ടി നോക്ക് 603. 5 പേർക്ക് 750, 4 പേർക്ക് 603. അപ്പോ 5ാമത്തവന്റെ ഉയരം 750 603 പോയിട്ട് നമുക്ക് പറയാം 147. ഓപ്ഷനെ സെറ്റാണ്, മുമ്പോട്ട് പോകാം. അടുത്ത് 2 സംഖ്യകളുടെ ഉസാഖ 11 അവയുടെ ലസാഗു 693 അവയിൽ ഒരു സംഖ്യ 77 ആയാൽ മറ്റേ സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. മക്കളെ LCM HCF എന്ന് പറയുന്ന ടോപ്പിക്ക്, ഇതിൽ നിന്നും ഇന്നൊരു ചോദ്യം ഇടണമെന്ന് ചോദ്യകർത്താവ് ചിന്തിക്കുന്ന മൊമെന്റ് മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണിത്.
അത്രത്തോളം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ട് സംഖ്യകളുടെ LCO HCFും തരും, ഒരു സംഖ്യയും തരും, രണ്ടാമത്തെ ഏതാണ് എന്നുള്ള ചോദ്യം. നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം, എന്നാലും ഒന്നും കൂടെ നിങ്ങളോട് പറയാണ് മക്കളെ, രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും അവരുടെ LCOയും HCFും തമ്മിൽ ഗുണിക്കുന്നതും ഒന്ന് തന്നെയായിരിക്കും. ഒന്നുകൂടെ, രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും അവരുടെ LCOയും HCFും തമ്മിൽ ഗുണിക്കുന്നതും ഒന്ന് തന്നെയാണ്. ഇതൊരു ഇക്വേഷനായിട്ട് പറയുവാണ്, n1 into n2 equal to LCM into HCF. ഒന്നൂടെ, n1 into n2 equal to LCM into HCF. മക്കളെ, രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും അവരുടെ LCOയും HCFും തമ്മിൽ ഗുണിക്കുന്നതും പിള്ളാരെ ഒന്ന് തന്നെയായിരിക്കും. ഇക്വേഷനായിട്ട് പറഞ്ഞ n1 into n2, n1 ആദ്യത്തെ സംഖ്യ, n2 രണ്ടാമത്തെ സംഖ്യ, LCM into HCF. അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നു? രണ്ട് സംഖ്യകളുടെ ഉസാക HCF 11. അപ്പൊ ഉസാക്കയുടെ താഴെ നമ്മൾ 11 എഴുതി. ഇനി ലസാഗു 693. അപ്പൊ LCMത്തിന് നേരെ 693. ഇനി ഒരു സംഖ്യ n1 ആയിട്ട് എടുത്തു 77. രണ്ടാമത്തെ സംഖ്യ നമുക്ക് അറിയത്തില്ല. അപ്പൊ ആ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം, n1 ആയ 77 ഗുണം n2 രണ്ടാമത്തെ സംഖ്യ നമുക്ക് അറിയത്തില്ല ഈക്വൽ ടു LCM ആയ 693 ഗുണം HCF ആയ 11. അങ്ങനെയാണ് രണ്ടാമത്തെ സംഖ്യയായ n2 കാണാൻ 693 ഗുണം 11. ഈ സംഖ്യ അവിടെ പോയി 77 ആവും. മക്കളെ, 11ഉം 77ഉം ഒരു 11 11 11 7 77. 11ഉം 77ഉം 11 കൊണ്ട് വിട്ടാം. ഇനി 693നെ 7 കൊണ്ട് ഹരിച്ചാൽ 7 ഇത് വെട്ടുമ്പോ 7 9 63, വീണ്ടും 99 എന്ന് വരും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 99. മുമ്പോട്ട് പോകാം. ഒന്നൂടെ, n1 into n2 equal to LCM into HCF. n1 ആദ്യത്തെ സംഖ്യ 77, n2 രണ്ടാമത്തെ സംഖ്യ നമുക്ക് അറിയത്തില്ല. LCM എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലുണ്ട്, ലസാഗു 693, HCF ഉസാഗ 11. അങ്ങനെയാണ് രണ്ടാമത്തെ സംഖ്യയായ n2 കാണാൻ ഈ 77 അവിടോട്ട് വിട്ട് 693/11/77. കാര്യം ഇൻറ്റു 77 അവിടെ പോയി ഡിവിഷൻ ആവും. ഇത് സോൾവ് ചെയ്ത് 99 എന്ന് പറയാം. മക്കളെ, n1 into n2 equal to LCM into HCF. ഇനി ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ, എല്ലാവർക്കും മനസ്സിലായി കാണും. എന്നാലും മക്കളെ, രണ്ട് സംഖ്യകളുടെ LCOയും HCFും തന്നു, ഒരു സംഖ്യയും തന്നു. മറ്റേ സംഖ്യ കാണാനായിട്ട് LCOയും HCF കൂടെ ഗുണിക്കുക, എന്നിട്ട് തന്നിരിക്കുന്ന ഒരു സംഖ്യ താഴെ എഴുതുക. ഒന്നുകൂടെ പറയുന്നു, LCOയും HCF കൂടെ ഗുണിക്കുക, എന്നിട്ട് തന്നിരിക്കുന്ന ഒരു സംഖ്യ എടുത്ത് താഴെ എഴുതുക. അപ്പൊ രണ്ടാമത്തെ സംഖ്യ കിട്ടും. ഒന്നുകൂടെ, LCOയും HCF കൂടെ ഗുണിക്കുക, എന്നിട്ട് തന്നിരിക്കുന്ന ഒരു സംഖ്യ എടുത്ത് താഴെ എഴുതുക. ഒരു 11 11 11 7 77. 693നെ 7 കൊണ്ട് ഭാഗിച്ച് നമ്മുടെ ഉത്തരം 99. അതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ, n1 into n2 equal to LCM into HCFന്റെ ആത്തി രണ്ടാമത്തെ സംഖ്യ അവിടെ പോയി ഡിവിഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഉത്തരത്തിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാം. അടുത്തത്, കലയുടെ വയസ്സിന്റെ 9 മടങ്ങിനോട് 5 കൂട്ടിയാൽ അവളുടെ അച്ഛന്റെ വയസ്സ് കിട്ടും. അച്ഛന്റെ വയസ്സ് 50 ആയാൽ കലയുടെ വയസ്സ് എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, കല എന്ന് പറയുന്ന ഒരു മോളുണ്ട്. ആ മോളുടെ വയസ്സിന്റെ 9 മടങ്ങിനോട് 5 കൂട്ടിയാൽ അച്ഛന്റെ വയസ്സ് കിട്ടും. അച്ഛന്റെ വയസ്സ് 50 ആണെന്ന് പറയുന്നു എങ്കിൽ കലയുടെ വയസ്സ്, ചില ആളുകൾ ഇത് ഓപ്ഷനിൽ നിന്നൊക്കെ ചെയ്യും, ഞാൻ അങ്ങനെ എടുക്കാറില്ല, എന്നാലും രണ്ടും ഞാൻ കാണിക്കാം, ശ്രദ്ധിക്കാം. മക്കളെ, കലയുടെ വയസ്സ് K ആണെന്നിരിക്കട്ടെ. കലയുടെ വയസ്സ് K. കലയുടെ വയസ്സിന്റെ 9 മടങ്ങ്, അപ്പോൾ 9K.
2 മടങ്ങായിരുന്നേ 2K, 5 മടങ്ങായിരുന്നേ 5K, 7 മടങ്ങാണ് 7K. അപ്പൊ കലയുടെ വയസ്സിന്റെ 9 മടങ്ങ് 9K. അതിൻ്റെ കൂടെ 5 കൂട്ടിയാൽ അച്ഛൻ്റെ വയസ്സ് കിട്ടും. അപ്പൊ അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് 9K + 5 ആണ്. ഇതാണ് അച്ഛൻ്റെ വയസ്സ്. ഈ വയസ്സ് ക്വസ്റ്റ്യനിൽ പറയുന്നു 50. കണ്ടോ, ഈ സ്റ്റെപ്പ് എഴുതാൻ വളരെ സിമ്പിളാ. ഒന്നുകൂടെ, കലയുടെ വയസ്സ് നമുക്കറിയാം K ആയിട്ട് എടുത്തു. കലയല്ലേ K. കലയുടെ വയസ്സിന്റെ 9 മടങ്ങെന്ന് പറഞ്ഞാൽ 9K, 9 മടങ്ങ്. ഈ 9 മടങ്ങിന്റെ കൂടെ 5 കൂട്ടിയാൽ അച്ഛൻ്റെ വയസ്സ് കിട്ടും. അപ്പോൾ അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് 9K + 5. ഇതാണ് അച്ഛൻ്റെ വയസ്സ്. ഈ അച്ഛൻ്റെ വയസ്സ് ക്വസ്റ്റ്യനിൽ പറയുന്നു 50. അങ്ങനെയാണ് 9K മാത്രം എത്രയാന്ന് ചോദിച്ചാൽ ഈ +5 അവിടെ പോയി -5 ആവും. 50 - 5 പ്ലസ് അപ്പുറത്ത് പോയ മൈനസ് ആവും, മൈനസ് അപ്പുറത്ത് പോയ പ്ലസ് ആവും, ഇൻറ്റു അപ്പുറത്ത് പോയ ഡിവിഷൻ ആവും, ഡിവിഷൻ അപ്പുറത്ത് പോയ ഇൻറ്റു ആവും. അപ്പൊ +5 അപ്പുറത്ത് പോയി മൈനസ് ആവും. അപ്പൊ 9K എന്ന് പറയുന്നത് 50 ന്ന് 5 പോയി 45. 9K ആണ് 45. അപ്പൊ Kയുടെ വില 45 ഇൻറ്റു അല്ലേ, അവിടെ പോയി ഡിവിഷൻ ആവും. 45/9 നമുക്ക് പറയാം 5. സെറ്റാണ് ഓപ്ഷൻ എ. പെട്ടെന്നൊന്നുകൂടെ, കലയുടെ വയസ്സ് K, അതിന്റെ 9 മടങ്ങ് 9K, അതിന്റെ കൂടെ 5 കൂട്ടിയാൽ അച്ഛൻ്റെ വയസ്സ് കിട്ടും. അച്ഛൻ്റെ വയസ്സ് 50. ഈ +5 അവിടെ പോയി -5. 9K എന്ന് പറയുന്നത് 50 - 5 45. 9K 45 ആണ്. Kയുടെ വില 45/9 നമുക്ക് പറയാം 5 5 5. ഇത് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്നും ചെയ്യാം. ഇവിടെ ഓപ്ഷൻ എ ആയതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. ഓപ്ഷൻ ഡിയിലാണ് 4 ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ചിലർ ചിന്തിക്കുക, എന്നാൽ ഞാൻ D തൊട്ട് തുടങ്ങിയാൽ അപ്പോൾ എയിലായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നൂടെ കാണിക്കാം. കലയുടെ വയസ്സ് 5 ആണെന്നിരിക്കട്ടെ. അതിൻ്റെ 9 മടങ്ങിനോട് 5 കൂട്ടിയാൽ അച്ഛൻ്റെ വയസ്സ് കിട്ടും. അച്ഛൻ്റെ വയസ്സ് 50. കലയുടെ വയസ്സ് 5 ആണ്. 5ന്റെ 9 മടങ്ങെന്ന് പറഞ്ഞാൽ 9×5 45. അതിൻ്റെ കൂടെ 5 കൂട്ടിയാൽ അച്ഛൻ്റെ വയസ്സ് കിട്ടും. 45 5 50. 50 തന്നെയല്ലേ അച്ഛൻ്റെ വയസ്സ്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുക്കാം. പക്ഷെ ഇതാ കമ്പാരിറ്റീവ്ലി ഏത് രീതി വന്നാലും ഈ മെത്തേഡ് അറിയാമെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം, ഒരാൾ ഒരു ഉൽപ്പന്നം 840 രൂപയ്ക്ക് വിറ്റു, 20% ലാഭം നേടി. 30% ലാഭം കിട്ടണമെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നതാണ് ചോദ്യം. അപ്പൊ ശ്രദ്ധിക്കുക, ഒരാൾ ഒരു സാധനം 840 രൂപയ്ക്ക് വിറ്റു, 20% ലാഭം കിട്ടി. അപ്പോഴേ നമ്മുടെ മനസ്സിൽ ഓർക്കണം, നമ്മൾ മുടക്കുന്ന പൈസ എന്ന് പറയുന്നത് എപ്പോഴും 100%. ഒരാൾ ഒരു സാധനം വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയെങ്കിൽ അത് വിറ്റത് 120%. 10% ലാഭം കിട്ടിയെങ്കിൽ അത് വിറ്റത് 110%. കാര്യം മുടക്കിയ 100 വേണം, 10 ലാഭവും വേണം. 10% നഷ്ടത്തിലാണ് വിറ്റത് 90%. കാര്യം മുടക്കിയ 100 കിട്ടിയില്ല, 10 പോയി. ഇവിടെ ഒരാൾ ഒരു സാധനം 140 രൂപയ്ക്ക് വിറ്റു, 20% ലാഭത്തിനാണ് വിറ്റ്. അപ്പോൾ അയാൾ അത് വിറ്റപ്പോൾ അയാൾ മുടക്കിയ 100 വാങ്ങി, പിന്നെ ഒരു 20 ലാഭമായിട്ടും വാങ്ങി. മക്കളെ, അയാൾ അത് വിറ്റത് 120%. ആ 120% നമ്മളോട് പറയുന്ന 840. അപ്പൊ കുറച്ച് പേര് ആലോചിക്കുക, അതെന്താ അങ്ങനെ? അത് 20% ലാഭത്തിനാ വിറ്റ്. 20% ലാഭത്തിന് വിൽക്കാന്ന് പറഞ്ഞാൽ 120%. ആ 120% അയാൾ വിറ്റതെന്ന് നമുക്ക് മനസ്സിലായി. അയാൾ വിറ്റത് 840 രൂപയ്ക്കാണ് എന്ന് ക്വസ്റ്റിന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടി 120% 840. ഇനി എന്താ ചോദിക്കും? 30% ലാഭം കിട്ടണമെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം? മക്കളെ, 30% ലാഭം വേണമെങ്കിൽ ചില ടീം 120 കൂടെ 30 കൂട്ടും. അങ്ങനെയല്ല, ലാഭം 30 വേണമെങ്കിൽ മുടക്കിയ 100% വേണം, പിന്നെ 30 ലാഭമായിട്ടും വേണം. 130% വിൽക്കണം. അതെത്രാടാ ഉവേ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്.
അപ്പൊ 120% 840 130% എത്രാടാ മോനെ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ചോദ്യം ഒന്നുകൂടെ പറയാം. ഒരാൾ ഒരു ഉൽപ്പന്നം 840 രൂപയ്ക്ക് വിറ്റു, 20% ലാഭം നേടി. അപ്പോഴേ മനസ്സിലോർക്കണം, 20% ലാഭത്തിനാണ് അയാൾ വിറ്റത് എന്ന് പറഞ്ഞാൽ മുടക്കിയ 100 കിട്ടി, പിന്നെ ഒരു 20% ലാഭമായിട്ടും കിട്ടി. 120%-ത്തിനാണ് അയാൾ വിറ്റത്. അയാൾ വിറ്റത് 840-നാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി 120%-മാണ് 840. ഇനി 30% ലാഭം വേണേ എത്ര രൂപയ്ക്ക് വിൽക്കണം? 30% ലാഭം വേണേ മുടക്കിയ 100 വേണം, പിന്നെ 30 ലാഭം, 130% വേണം. അതെത്രാടാ എന്നാണ് ചോദ്യം. ഈ സാധനം നേരെ എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരവാകും. ഇവിടെ ഏത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതെങ്കിലും ഒരു സൈഡിൽ 2 പേരുണ്ടാവും, ഏതെങ്കിലും ഒരു സൈഡിൽ ഒരാളുണ്ടാവും. ഇവിടെ 2 പേര്. ആ 2 പേരുള്ളത് മോളി. 130 ഗുണം 840 മോളി ബൈ ഒരു സൈഡിലുള്ള ആള് താഴെ. ഇവിടെ ഒരു സൈഡേ ഉള്ളത്, താഴെ 120. ഇനി ഈ 0 ഈ 0 നമുക്ക് വെട്ടാം, ഇവിടുന്ന് വേണേലും വെട്ടാം. ഇനി 12 84 നമുക്ക് 12 കൊണ്ട് ഭാഗിക്കാം. ആലോചിച്ചു നോക്ക്. അല്ലെ 6 വെച്ച് വെട്ടാം, അല്ലെങ്കിൽ 3 വെച്ച് വെട്ടാം. 12 കൊണ്ട് ഒറ്റയടിക്കും. ഒരു 12-നെ 12 കൊണ്ട് ഹരിച്ചാൽ 1, 84-നെ 12 കൊണ്ട് ഹരിച്ചാൽ 7 അല്ലേ? 12 24 36 48 60 72 84 130 ഗുണം 7 നമ്മുടെ ഉത്തരം. 13 ഗുണം 7 91 0. നമ്മുടെ ഉത്തരം 910. ഒരു വട്ടം കൂടെ പെട്ടെന്ന് പിടിക്കാം. പെട്ടെന്ന് ഒരു വസ്തു 20% ലാഭത്തിൽ വിറ്റു. വിറ്റത് 840 രൂപയ്ക്കാണ്. മുടക്കിയ 100 കിട്ടി, അവന് 20% ലാഭവും കിട്ടി. അപ്പോൾ അവൻ വിറ്റത് 120%-ത്തിനാ. അത് നമ്മളോട് പറയുന്നു 840. ഇനി അവന് 30% ലാഭം വേണേ, മുടക്കിയ 100 വേണം, 30 ലാഭമായിട്ടും വേണം, 130% വേണം. അത് എത്ര രൂപയാടാ എന്നാണ് ചോദ്യം. ക്രോസ് ചെയ്യാം. ഇവിടെ 2 പേര്, 2 പേരുള്ളത് മോളി. 130 ഗുണം 840. ഇവിടെ ഒരാള്, അത് താഴെ 120. പോയി 12 84 130 ഗുണം 7. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 910. പിന്നെ ഈ ചോദ്യത്തിന്റെ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാതെ വേണേലും പറിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താം. പിന്നെ ഞാനിത് ആദ്യമേ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കാര്യം എല്ലായ്പ്പോഴും ഓപ്ഷനിൽ നോക്കി ഉത്തരവൊന്നും എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ആ പ്രോപ്പർ വഴി പറഞ്ഞേ. ഇവിടെ നോക്കി, 20% ലാഭത്തിലാണ് 840 വിറ്റ്. അപ്പം 30% ലാഭം വേണമെങ്കിൽ എന്തായാലും 20% ലാഭം 840 കിട്ടി. അപ്പം 30% ലാഭം വേണമെങ്കിൽ 840-ലും വലിയൊരു വാല്യൂ ആയിരിക്കും. 840-ലും വലിയ ഒരൊറ്റ വാല്യൂ ഓപ്ഷൻ്റെ അകത്തുള്ളൂ. ഓപ്ഷൻ ഡി ആണ്. ഇതിപ്പം നടക്കും, എല്ലായ്പ്പോഴും പറ്റണമെന്നില്ല. അതുകൊണ്ട് ആ പ്രോപ്പർ വഴി ഞാൻ പറഞ്ഞത്. അടുത്ത് 19/125-ന്റെ ദശാംശ രൂപം കാണുക എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 19/125-ന്റെ ദശാംശ രൂപം. മക്കളെ, ഒന്നുകിൽ നമുക്ക് 19 125 കൊണ്ട് ഭാഗിക്കാം. കാര്യം 19/125 എന്ന് പറഞ്ഞാൽ 19-നെ 125 കൊണ്ട് ഹരിക്കാന്നല്ലേ. അങ്ങനെ വേണേ നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ഹരിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം മോളി വലിയതും ചെറുതും താഴെ വലിയതുമാണ്. ഹരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഛേദത്തെ, ഡിനോമിനേറ്ററിനെ, താഴത്തെ സംഖ്യയെ 10 100 1000 ആക്കാനായിട്ട് നോക്കുക. കാര്യം 10 100 1000 വന്നു കഴിഞ്ഞാൽ ഹരണം നമുക്ക് എളുപ്പമാണ്. 10 ഒരു സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. 100 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. 1000 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. ഇപ്പൊ ഇവിടെ താഴെ 125. 125-നെ ഇനി നമുക്ക് 10 ആക്കാൻ പറ്റില്ല, 100 ആക്കാൻ പറ്റില്ല. കാര്യം അതിനേക്കാളും വലിയതായി 125. 1000 ആക്കാം. 125-നെ 8 കൊണ്ട് ഗുണിച്ചാൽ 1000 കിട്ടും. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം. SCRT കുറേ തവണ ഈ 125 ഉണ്ട്. 125 2 250, 4 500,
8 വീണ്ടും ഒരു 500, 1000. 125 ഗുണം 8 1000. ഇവിടെ നമ്മൾ 8 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെയും നമ്മൾ നിർബന്ധമായും 8 കൊണ്ട് ഗുണിക്കണം. കാര്യം ഒരു സംഖ്യയിൽ ഒരിടത്ത് മാത്രം ഗുണിക്കാൻ പറ്റത്തില്ല. കൊടുക്കുവാണെങ്കിൽ എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കണം. അപ്പം 125 ഗുണം 8 1000. ഇതേ 8 തന്നെ മേളിൽ. അപ്പൊ ഈ സാധനം ഇപ്പൊ എന്തുമായിട്ട് മാറി? 19 ഗുണം 8. 19 ഗുണം 8 എന്ന് പറയുമ്പോൾ 152. 125 ഗുണം 8 1000. കണ്ടോ? ഇനി 152-നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മക്കളെ, ഏതെങ്കിലും ഒരു സംഖ്യയെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. 1 2 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ട് നമ്മുടെ ഉത്തരം 0.152 സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഒന്നും കൂടെ മക്കളെ, 19/125. മക്കളെ, ഈ 125-നെ നമുക്ക് 1000-ലേക്ക് മാറ്റാം. 125 ഗുണം 8 1000. താഴെ 8 കൊണ്ട് ഗുണിച്ചാൽ മേളിലും എന്ത് തന്നെ ചെയ്യണം? 8 ഗുണിക്കണം. ഒന്നുകൂടെ, താഴത്തെ സംഖ്യയെ നമുക്ക് 10, 100, 1000 ആക്കാം. 125-നെ ഇനി 10 ആക്കാൻ പറ്റില്ല, 100 ആക്കാൻ പറ്റില്ല, 1000 ആക്കാം. 125 ഗുണം 8 1000. ഇതേ 8 തന്നെ മേളിൽ ഒരിടത്ത് ചെയ്താൽ അവിടെയും ചെയ്യണം. അപ്പം 152 ഗുണം 1000. ഏതെങ്കിലും ഒരു സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കാൻ 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ട് 0.152. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. വളരെ സിമ്പിളായ ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. തന്നിട്ടുള്ള ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. 8, 14, 24, 38 ഡാഷ്. ഈ ശ്രേണി പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കണം. ഒരു 50% ചോദ്യങ്ങൾ ഡിഫറൻസുമായി ബന്ധപ്പെട്ട് ഒരു സംഖ്യയും അടുത്ത സംഖ്യയും തമ്മിലുള്ള വ്യത്യാസവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. 8 14 8ന്റെ കൂടെ 6 കൂടിയാൽ 14 ആവും. 14 24 16ന്റെ കൂടെ 10 കൂടിയാൽ 24 ആവും. 24 38 24 38 ആവണമെങ്കിൽ 14 കൂടണം. ആദ്യം മക്കളെ 6 കൂടി, പിന്നെ 10 കൂടി, പിന്നെ 14 കൂടി. അപ്പൊ സ്വാഭാവികമായും അടുത്തത് 18 കൂടും. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ 6 4 10, 10 4 14, 14 4 18. അപ്പൊ 38ന്റെ കൂടെ 18 കൂടി നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 56 ആയിരിക്കും. ഒന്നുകൂടെ, 8 14 6 കൂടി, 14 24 10 കൂടി, 24 38 14 കൂടി, 6 4 കൂടി 10, പിന്നെ 4 കൂടിയ 14. അപ്പൊ സ്വാഭാവികമായും അടുത്തത് 18 കൂടണം. 38ഉം 18 കൂടെ ചേർത്ത് നമ്മുടെ ഉത്തരം സെറ്റാണ് 56, ഓപ്ഷൻ സി. ഇന്ന് നമ്മൾ ചെയ്ത അത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. കൃത്യമായി നിങ്ങൾ നോട്ട് ആക്കിയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതേപോലെ ഒരു 2-3 ക്ലാസ്സുകളും കൂടെ യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എക്സാമിന് മുമ്പായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നല്ല രീതിയിൽ ഒരു റിവിഷൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകളിലൂടെ സാധ്യമാവും. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം ജെറി.